എന്ന തൽബിയത്തും ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ കഅബാലയം പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്ന, തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പവിത്രമായ സമയമാണ് ഈ ദിനരാത്രങ്ങൾ നമ്മളിലൂടെ കഴിഞ്ഞു പോകുന്നത്. വളരെ ബഹുമാനമുള്ള രാത്രിയാണ്. നമുക്കറിയാം, അടുത്ത വ്യാഴാഴ്ച വലിയ പെരുന്നാളാണ്. ദുൽഹജ്ജ് 10 വലിയ പെരുന്നാൾ. ബുധനാഴ്ച അറഫാ ദിവസം. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ മഹത്വമുള്ള ദിവസങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞു കിടക്കുന്നതും ഇനി വരാനുള്ളതും. ലോക ചരിത്രത്തിൽ, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കഴിഞ്ഞു കടന്നുപോയ മഹാന്മാരായ അമ്പിയാക്കൾ, ആ അമ്പിയാക്കളെ സ്മരിച്ചുകൊണ്ട്, അവരെ ഒന്ന് അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ അടിമകൾ കഴിഞ്ഞുകൂടുന്ന ദിവസങ്ങളാണ് വിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്ത് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം കാര്യങ്ങൾ 5 എണ്ണമാണ്. ഏത് ചെറിയ കുട്ടികൾക്കും അറിയാം ഇസ്ലാം കാര്യം 5 എന്നുള്ളത്. അതിൽ 5ാമത്തെ ഫർദായ ഹജ്ജ് കർമ്മം. أشهد أن لا إله إلا الله. أشهد أن أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول ഇസ്ലാമിലെ ഏറ്റവും അവതരിച്ച പദവിയാണ് ഹജ്ജ് എന്നുള്ളത്.
ഹജ്ജ് നമ്മുടെ പോകുന്നത് നടത്തി നാട്ടിൽ തിരിച്ചെത്താൻ ഒരുപാട് ആളുകൾ ഒരു ചെറിയ അപകടത്തിൽ മരണപ്പെട്ടുപോയി. നമ്മുടെ കേരളത്തിൽ ഒരു സ്ത്രീ അതിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് നിർവഹിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഹജ്ജ് മാനങ്ങൾ പരിശോധിച്ച് നോക്കിയാണ് ഹജ്ജിന്റെ അമാലുകൾ. 2-4 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നാളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്നു. എന്നാൽ ഈ ഹജ്ജിന്റെ അമാലുകൾ ഹജ്ജിൽ ചെയ്യുന്ന അമലുകൾക്കാണ്. ആ അമലുകൾ പരിശോധിച്ച് നോക്കിയാൽ ആളുകൾ മഹാന്മാരുടെ ആധാറുകളെ കൊണ്ട് ബറക്കത്തെടുക്കാൻ പാടില്ലെന്നും അത് ശിർക്കാണെന്നും പറയുന്ന ചില വിവരമില്ലാത്തവർ, ആ വിവരമില്ലാത്തവർ പോലും കഅബാലയത്തിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നുണ്ട്. പക്ഷേ ആ ഹജ്ജ് കർമ്മത്തിന്റെ മർമ്മം എന്താണ്? അതിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾ നോക്കൂ, നമുക്കറിയാം അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അറഫ എന്നുള്ളത്. വലിയ പെരുന്നാളിന്റെ ഒരു ദിവസം മുമ്പ് ദുൽഹജ്ജ് 9-ന്റെ ദിവസം, ആ ദിവസമാണ് അറഫ ദിവസം എന്ന് പറയുന്നത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വന്ന ആളുകൾ, ഒരുപാട് രാഷ്ട്രങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, കറുത്തവനും വെളുത്തവനും പണക്കാരനും പാവപ്പെട്ടവനും മുതലാളിയും തൊഴിലാളിയും രാജാക്കളും പ്രജകളും അനുയായികളും നേതാക്കളും, അങ്ങനെ എല്ലാ രാഷ്ട്രക്കാരും എല്ലാ ദേശക്കാരും എല്ലാ ഭാഷക്കാരും ഒരേ വേഷത്തിൽ, ഒരൊറ്റ വേഷത്തിൽ, ഒരൊറ്റ തൽബിയത്ത് മാത്രം ചൊല്ലിക്കൊണ്ട്, ഒരേ സ്വരത്തിൽ, ഒരേ രൂപത്തിൽ, ഒരേ വേഷത്തിൽ, ഒരൊറ്റ തൽബിയത്ത് ഉച്ചരിച്ചുകൊണ്ട് ആ പരിശുദ്ധമായ അറഫ മൈതാനിയിൽ സംഗമിക്കുന്ന ഒരു സംഗമം ലോക മുസ്ലിമീങ്ങളുടെ സംഗമമാണ്. ലോക മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഗമം അറഫ മൈതാനിയിൽ വെച്ച് ഒരുമിച്ച് കൂടുകയാണ്. അവിടെയുള്ള ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. അവിടെ നിൽക്കൽ, അറഫയിൽ നിൽക്കൽ, അതാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ആ അറഫയിൽ നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണ്? എന്തിനാ അറഫയിൽ നിൽക്കേണ്ടത്? നാം ഒന്ന് മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ദീൻ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ, അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസം. ഇവിടെ പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത്, അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചതുപോലെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിൽ കുറെ പാർട്ടികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുന്നത്ത് ജമാഅത്ത്, അതിൽപ്പെട്ട ഒന്നാണ് സുന്നികള്, മറ്റൊന്ന് മുജാഹിദ്, മറ്റൊന്ന് തബ്ലീഗ്, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി, മറ്റൊന്ന് ഖാദിയാനി. അങ്ങനെ ഒന്നില്ല. മറിച്ച് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നുള്ളത്. സുന്നത്ത് ജമാഅത്തും ഇസ്ലാം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഒരു ദീനിന്റെ രണ്ട് പേര് എന്ന് മാത്രമാണ്. അല്ലാഹുവിന്റെ ദീൻ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് പരിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ആ ഇസ്ലാമിന്റെ മറ്റൊരു പേരാണ് സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു,
എന്റെ സമുദായം സതഫ്തരികു ഉമ്മത്തി അലാ 73 മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായം 73 വിഭാഗമായി ഛിന്ന ഭിന്നമാകും, 73 വിഭാഗങ്ങളായി മാറും. പക്ഷേ ആ 73 വിഭാഗങ്ങളിൽ നിന്ന് സ്വർഗത്തിൽ കിടക്കുന്ന യഥാർത്ഥ ഇസ്ലാമിന്റെ ആളുകൾ അത് ഒരു വിഭാഗം ആളുകൾ മാത്രമാണ്. സ്വഹാബത്ത് വളരെ ആശങ്കയോടെ, സ്വഹാബത്ത് വളരെ താല്പര്യത്തോടുകൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, വമാ ഹിയൽ വാഹിദ, ആ സ്വർഗത്തിൽ കിടക്കുന്ന ഒരു വിഭാഗം, സ്വർഗത്തിൽ കിടക്കുന്ന ഒരു കക്ഷികൾ അവരാരാണ് നബിയേ? ഉടനെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട അബുൽ ലൈസ് സമർഖന്ദി റളിയല്ലാഹു അൻഹു തന്റെ കിതാബ് തംബീഹുൽ ഗാഫിരിൽ ഉദ്ധരിക്കുന്നത് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, അത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. മറ്റൊരു റിവായത്തിൽ കാണാം, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വഴിയിലാണോ, ഏതൊരു ആശയത്തിലാണോ ആ ആശയത്തിൽ വിശ്വസിച്ച ആളുകളാണ് സ്വർഗത്തിൽ കടക്കുന്നവരെന്ന് ലോകത്തിന്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ദീൻ അതാണ് സുന്നത്ത് ജമാഅത്ത് എന്നുള്ളത്, അതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, ആ വിശ്വാസം അത് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസമാണ്. അതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ വിശ്വാസം. അത് പൂർവസൂരികളായ മഹാരഥന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ അല്ലാഹു സുബ്ഹാനഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന, സ്വഹാബത്ത് മുഖേന, ഇമാമിങ്ങൾ മുഖേന നമ്മളിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ഉസ്താദുമാരുടെ വഴിയിലായി നമുക്ക് എത്തിച്ചേർന്ന പരിശുദ്ധമായ ദീനാണ് ഇസ്ലാം, സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്നത്. ആ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്നവനിക്ക് മാത്രമേ ഈമാനോടെ മരിക്കാൻ സാധിക്കുകയുള്ളൂ, ഈമാനോടെ ജീവിക്കാനും ഈമാനോടെ മരിക്കാനും സാധിക്കുകയുള്ളൂ. അല്ലാഹു നമ്മയൊക്കെ യഥാർത്ഥ മുസ്ലിമീങ്ങളായി അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലായി ജീവിപ്പിച്ച് ഈമാനോടുകൂടി നമ്മെ എല്ലാവരെയും മരിപ്പിക്കുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ സുന്നത്ത് ജമാഅത്ത് അഥവാ ഇസ്ലാം, അതിന്റെ വിശ്വാസങ്ങൾ മുഴുവനും മഹാന്മാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മഹാന്മാരെ തള്ളിക്കൊണ്ടൊരു ഇസ്ലാം ഇവിടെയില്ല, പൂർവികരെ തള്ളിക്കൊണ്ടൊരു ഇസ്ലാം ഇവിടെയില്ല. മഹാരഥന്മാരെ അവഗണിച്ചുകൊണ്ട് ഒരു ഇസ്ലാം നമുക്കിവിടെ കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഇസ്ലാം അത് പൂർവികരിലൂടെയാണ്, മഹാരഥന്മാരിലൂടെയാണ് ഇസ്ലാം നമുക്കിവിടെ സ്ഥിരപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ അഅ്മാലുകൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, അറഫ. അറഫയുടെ ബഹുമാനം എന്താണ്? അറഫയുടെ മഹത്വം എന്താണ്? മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാം, മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹാ, ആ ഉപ്പാപ്പയും ഉമ്മാമയും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് പറഞ്ഞേക്കുകയാണ്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. റബ്ബ് സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ റളിയല്ലാഹു അൻഹായെയും സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് പറഞ്ഞേക്കുന്നു. അവര് ദുനിയാവിൽ വന്നു. രണ്ടുപേരെയും രണ്ട് സ്ഥലത്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇറക്കിയിട്ടുള്ളത്. ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളുമുണ്ട്. ഏതായാലും ഇന്ത്യയുടെ ഭാഗമായിരുന്ന സിലോനിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം ഇറങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നത്. സൗദിയിലെ
ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ് മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ ഇറങ്ങിയത്. അതുകൊണ്ടാണ് ജിദ്ദ എന്ന് പറയുന്നത്. ജദ്ദത്തി എന്ന് അറബിയിൽ പറഞ്ഞാൽ ഉമ്മാമ എന്നതിന് അറബിയിൽ ജദ്ദത്തി എന്നാണ് പറയുന്നത്. ആ ഉമ്മാമ ഇറങ്ങിയ സ്ഥലം ജദ്ദത്ത്, അത് പറഞ്ഞു ജിദ്ദ എന്നായതാണെന്ന് ചരിത്രത്തിൽ കാണാം. അപ്പോൾ സഹോദരന്മാരെ, ഹവ്വ റളിയല്ലാഹു അൻഹ ജിദ്ദയിലും അതുപോലെ തന്നെ മഹാനായ ആദം നബി അലൈഹിസ്സലാം സിലോണിലും ഇറങ്ങി. അവ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടാൻ വേണ്ടി നടന്നു സഞ്ചരിച്ചു. മക്കയിൽ വെച്ച് അതാ മുസ്ദലിഫയിൽ ഒരുമിച്ച് കൂടി അവര് അറഫയിൽ പരസ്പരം അവർക്കറിയാൻ സാധിച്ചു. അറഫയിൽ വെച്ച് അവർക്ക് പരസ്പരം അറിയാൻ സാധിച്ചു, ഇതെന്റെ ഭർത്താവായ ആദം അലൈഹിസ്സലാം ആണെന്നും എന്റെ ഭാര്യ ഹവ്വ ആണെന്നും പരസ്പരം അവർ തിരിച്ചറിഞ്ഞു. അറിഞ്ഞ സ്ഥലമാണ് അറഫ. അതുകൊണ്ട് ആ സ്ഥലത്തേക്ക് അറഫ എന്നുള്ള പേര് വന്നു. നാം മനസ്സിലാക്കണം, അറഫയിൽ എന്താ ഉള്ളത്? ഹജ്ജിന് പോയവർ ധാരാളം ഇവിടെയുണ്ടല്ലോ. ഉംറക്ക് പോയവരും ചിലപ്പോ കണ്ടിട്ടുണ്ടാകാം. എന്താണ് അറഫയിൽ ഉള്ളത്? ഒരു പള്ളിയുണ്ട്. പള്ളി വേറെ എത്ര സ്ഥലത്ത് പള്ളിയുണ്ട്. സൗദിയിൽ അറഫയിൽ മാത്രമല്ലല്ലോ പള്ളിയുള്ളത്, വേറെ എത്രയോ സ്ഥലത്ത് പള്ളികളുണ്ട്. പിന്നെ എന്താ അറഫയിലുള്ളത്? വിശാലമായ മരുഭൂമിയാണ്, ഒരു മൈതാനയാണ്, ചില വൃക്ഷങ്ങളുണ്ട്, ഒരു മലയുണ്ട്, കുന്നുണ്ട്. ഇങ്ങനെയുള്ള കല്ലുകൾ നിറഞ്ഞ മണലുകൾ നിറഞ്ഞ ഒരു മൈതാന് മാത്രമാണ് അവിടെയുള്ളത്. അവിടുത്തെ പ്രത്യേകത എന്താണ്? അൽ ഹജ്ജു അറഫ. ഒരാൾക്ക് അറഫ കിട്ടിയാലേ ഹജ്ജ് കിട്ടുകയുള്ളൂ. അറഫ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവനക്ക് ആ വർഷം ഹജ്ജില്ല. ഹജ്ജിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായ അറഫ. ആ അറഫയിൽ നിൽക്കൽ നിർബന്ധമാണ്. എന്താണ് അറഫയിൽ നിൽക്കുന്നതിന്റെ രഹസ്യം? നമ്മൾ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മൾ ഹജ്ജിന് പോയി അറഫയിൽ നിൽക്കുകയാണ്. അവിടെ എയർ കണ്ടീഷൻ ഇല്ല, AC ഫിറ്റ് ചെയ്തിട്ടില്ല, ചിലപ്പോ ഏതെങ്കിലും സ്പ്രേ ഉണ്ടാകാം. പക്ഷേ വെയിലത്ത് വെയിൽ കൊള്ളുകയാണ്, അവിടെ ശരീരം വിയർത്തൊലിക്കുകയാണ്. ആ അറഫയിൽ നിന്നുകൊണ്ട് മോമിനീങ്ങള് പൊട്ടി കരയുകയാണ്. എന്താണ് അറഫയുടെ പ്രത്യേകത? ആ അറഫയുടെ ബഹുമാനം എന്താ? നമ്മുടെ പൂർവസൂരികളായ മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാം, ഹവ്വ റളിയല്ലാഹു അൻഹാ, അവര് ജീവിതത്തിൽ ഒരുപാട് ത്യാഗം അനുഭവിച്ചു. അവര് വല്ലാതെ പ്രയാസം അനുഭവിച്ചു. സിലോനിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാം നടന്ന് യാത്ര ചെയ്തുകൊണ്ട് അതാ അറഫയിൽ എത്തുന്നത്. മഹദിയായ ഹവ്വ റളിയല്ലാഹു അൻഹ സ്ത്രീയാണല്ലോ. സ്ത്രീ ഒരിക്കലും വലൈസ ദക്കറു കൽ ഉൻസ, സ്ത്രീ ഒരിക്കലും പുരുഷനെ പോലെയല്ലല്ലോ. അപ്പോൾ പുരുഷൻ ഒരിക്കലും സ്ത്രീയെ പോലെയുമല്ല. സ്ത്രീ അവൾ ബലഹീനത ഉള്ളവളാണ്. അതുകൊണ്ട് ഹവ്വ റളിയല്ലാഹു അൻഹ ജിദ്ദയിൽ നിന്ന് നടന്നു. അങ്ങനെ പരസ്പരം അവർ ഒരുപാട് കാലം പരസ്പരം തെറ്റി നിന്നു, അവർ വിട്ടുനിന്നു. അള്ളാഹു അവരെ വേർതിരിച്ചു. പിന്നെ അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഒരുപാട് കാലം അവര് വിഷമം സഹിച്ചു. ആ ത്യാഗം സഹിച്ച് അവർ ഒരുമിച്ച് കൂടിയ സ്ഥലം, ആ സ്ഥലത്ത് അവർ ഒരുമിച്ച് കൂടിയത് കൊണ്ട് അള്ളാഹു തീരുമാനിച്ചു, മഹാന്മാരായ അമ്പിയാക്കളിൽപ്പെട്ട മനുഷ്യരുടെ പിതാവായ ആദ്യത്തെ പ്രവാചകനായ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം, അവിടുത്തെ ഭാര്യ ഹവ്വ റളിയല്ലാഹു അൻഹാ, അവരിത്രയും ത്യാഗം സഹിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അതാ ലോകത്തുള്ള സർവ്വജനങ്ങളും അറിയണം. എല്ലാ ജനങ്ങളും ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം. അതുകൊണ്ട് ലോകത്ത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ജനങ്ങൾക്ക്, ഹജ്ജ് ചെയ്യാൻ വരുന്നവര് ഒന്ന് അറഫയിൽ നിൽക്കണം. അറഫയിൽ നിൽക്കണം. ആ മഹാന്മാരുടെ ബറക്കത്താണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അമ്പിയാക്കളുടെ ബറക്കത്താണ് അവിടെയുള്ളത്. മഹാന്മാരുടെ ബറക്കത്തെടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഹജ്ജിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തുള്ള ജനങ്ങളെ പഠിപ്പിക്കുന്നത്.
ഞാൻ പറയട്ടെ എൻ്റെ മോമിനീങ്ങളെ, മഹാന്മാരുടെ മഖ്ബറകളിൽ പോയി ബറക്കത്തെടുത്തുകൂടാ? മഹാന്മാരുടെ ആധാറുകളെ കൊണ്ട് ബറക്കത്തെടുത്തുകൂടാ? അവർ ഇരുന്ന സ്ഥലത്ത് ബറക്കത്തെടുത്തുകൂടാ? അവർ തൊട്ടത് തൊട്ടിട്ട് ബറക്കത്തെടുത്തുകൂടാ? അവരുപയോഗിച്ച വസ്ത്രം കൊണ്ട് ബറക്കത്തെടുത്തുകൂടാ എന്ന് പറയുന്ന പുത്തൻവാദികളില്ലേ? ആ പുത്തൻവാദികൾ എങ്ങനെയാണ് ഹജ്ജിന് പോയി അറഫയിൽ നിൽക്കുന്നത്? ആ അറഫയിൽ ചെയ്യുന്നത് അല്ലാഹുവിന്റെ അമ്പിയാക്കളിൽപ്പെട്ട ആദ്യത്തെ നബിയായ മനുഷ്യരുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിന്റെയും അവിടുത്തെ ഭാര്യ ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും ബറക്കത്തെടുക്കലാണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ ബറക്കത്തെടുക്കൽ ശിർക്കായവർക്ക് അവിടെ എങ്ങനെയാണ് അനുവദനീയമാകുന്നത്? ഇത് വിരോധാഭാസമല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് നാം മനസ്സിലാക്കണം, സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസം. സുന്നത്ത് ജമാഅത്ത് ഇവിടെ പഠിപ്പിക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, അതാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസം എന്നുള്ളത് നാം അടിവരയിട്ടുകൊണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇടയ്ക്കൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. KL 14 M 7405 ഷിഫ്റ്റ് കാറ് പാർക്ക് ചെയ്ത സ്ഥലത്തിൽ നിന്ന് പെട്ടെന്ന് മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. KL 14 M 7405 ബന്ധപ്പെട്ടവർ സദസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് മാറ്റണമെന്ന് അറിയിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ അമ്പിയാക്കളെ കൊണ്ടുള്ള ബർക്കത്താണ് അവിടെ എടുക്കുന്നത്. ഇനി നിങ്ങൾ നോക്കൂ, ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് സഈ ചെയ്യുക എന്നുള്ളത്. ആ സഈ ചെയ്യൽ സഫാ കുന്നിൽ നിന്ന് മർവാ കുന്നിലേക്കും, മർവയിൽ നിന്ന് സഫയിലേക്കും, വീണ്ടും മർവയിലേക്കും, അങ്ങനെ 7 പ്രാവശ്യം നാം സഈ ചെയ്യുന്നു. എന്താണ് ഈ സഈ ചെയ്യുന്നതിന്റെ രഹസ്യം? അല്ലാഹു സുബ്ഹാനഹു തആല അവിടുത്തെ അമ്പിയാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാലം പരീക്ഷിച്ചു. അല്ലാഹു മക്കളെ കൊടുത്തില്ല. എത്ര ആളുകളുണ്ട് മക്കളില്ലാത്തവർ? ആ മക്കളില്ലാത്തവർക്കല്ലേ അതിന്റെ സങ്കടം അറിയുകയുള്ളൂ. ഞാൻ ഓർത്തുപോവുകയാണ്, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസം ഞാൻ ജുമഅക്ക് വേണ്ടി, ഖുതുബക്ക് വേണ്ടി പള്ളിയിൽ ഇങ്ങനെ വീട്ടിൽ നിന്ന് വെള്ളിയാഴ്ച പള്ളിയിലെത്തിയപ്പോ അതാ ഒരു ഏകദേശം കാണാൻ ഒരു 70 വയസ്സുള്ള ആള്, ആ വയസ്സുള്ള ഒരു വൃദ്ധൻ, സുബ്ഹാനല്ലാഹ്, കൈ ഇങ്ങനെ വയസ്സായിട്ട് വറക്കുകയാണ്. അദ്ദേഹം എന്റെ സമീപത്ത് വന്നുകൊണ്ട് കൈയും പിടിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം ഒലിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉസ്താദേ, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ ഭാര്യയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ മാനസിക രോഗിയാണ്. എന്റെ ഭാര്യ മാനസിക രോഗിയാണ്. എന്താണ് പ്രശ്നം? എനിക്ക് മക്കളില്ല ഉസ്താദേ. എന്റെ ഭാര്യയ്ക്ക് മക്കളില്ലാത്തതിന്റെ കാരണത്താൽ അവൾ ഇങ്ങനെ ചിന്തിച്ചു ഇപ്പൊ അവൾക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വൃദ്ധൻ കരയുകയാണ്. നോക്കൂ മോമിനീങ്ങളെ, മോമിനാത്തുകളെ, അല്ലാഹു മക്കളെ കൊടുക്കാത്തതിന്റെ പേരിൽ അവർക്കുള്ള സങ്കടം എത്രയാണ്, പ്രയാസം എത്രയാണ്. ചെറിയ മക്കളെ കാണുമ്പോ ഉമ്മമാര് ചെറിയ മക്കളെ താലോലിക്കുമ്പോ, ചെറിയ മക്കളെ മുലയൂറ്റുമ്പോ, അവരെ കളിപ്പിക്കുന്ന സമയത്ത്, അവരെ അതാ താലോലിക്കുന്ന സമയത്ത് അത് കണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്ന എത്രയെത്ര സ്ത്രീകളുണ്ട്, എത്ര സ്ത്രീകളാണുള്ളത്. ആ മക്കളെ പോലെ താലോലിക്കാൻ അല്ല എനിക്കൊരു മക്കളെ തന്നില്ലല്ലോ, ഒരു കുഞ്ഞിനെ തന്നില്ലല്ലോ എന്ന് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നവരെത്ര. അതുപോലെ തന്നെ ചെറിയ മക്കളെ കൈയും പിടിച്ച് ബാപ്പ സ്വലാത്തിന് വരുമ്പോ, പള്ളിയിലേക്ക് മകന്റെ കൈയും പിടിച്ച് ബാപ്പ വരുമ്പോ
അത് കണ്ടുകൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്ന പൊട്ടിക്കരയുന്ന അതാ എത്ര പുരുഷന്മാരുണ്ട്. അവർക്കല്ല മക്കളെ കൊടുത്തില്ല. മക്കളില്ലാത്തവർക്കല്ലേ അതിന്റെ സങ്കടം അറിയുകയുള്ളൂ. അത് വലിയ നിഅമത്താണ്. അല്ലാഹു കൊടുക്കുന്ന മക്കൾ വലിയ നിഅമത്താണ്. അത് റബ്ബ് തരുന്നതാണ്. സ്വന്തം മക്കളുണ്ടാവുക എന്നുള്ളത് അതാ അല്ലാഹു തരുന്ന വലിയ ഒരു സമ്പത്താണ്. ഏതെങ്കിലും ഒരു മക്കളെ ദത്തെടുത്ത് പോറ്റിയാലും അത് സ്വന്തം മക്കളെ പോലത്തെ സ്നേഹവും ആ വാത്സല്യവും വരികയില്ലല്ലോ. അത് സ്വന്തം മക്കളോട് മാത്രമല്ലേ ഉണ്ടാവുകയുള്ളൂ. ആ നിലക്ക് മക്കളില്ലാത്തവരെത്രയുണ്ട്. അൽഹംദുലില്ലാഹ്. ഈ സ്വലാത്തിന്റെ മഹത്വം പറയട്ടെ. എത്ര ആളുകളാണ് കല്യാണം കഴിഞ്ഞു 5 കൊല്ലമായി, 10 കൊല്ലമായി, 15 കൊല്ലമായി, 20 കൊല്ലമായി മക്കളില്ലാത്തവർക്ക് മഹാനായ തങ്ങൾ ഉസ്താദ് വെള്ളം മന്ത്രിച്ചു കൊടുത്തു. സ്വലാത്തു എല്ലാം പറഞ്ഞു, ദിക്റ് ചൊല്ലാൻ പറഞ്ഞു, ഖുർആൻ ഓതാൻ പറഞ്ഞു, സ്വലാത്തിൽ സംബന്ധിക്കാൻ പറഞ്ഞു. അവർ ഈ സ്വലാത്തിലങ്ങ് സംബന്ധിച്ചപ്പോൾ, ഇതിലങ്ങ് പങ്കെടുത്തപ്പോൾ അല്ലാഹു അവർക്ക് മക്കളെ കൊടുത്ത എത്ര ആളുകളെ സദസ്സിലുണ്ട്. അല്ലാഹുവേ, മക്കളില്ലാത്ത ധാരാളം ആളുകൾ ഈ മജ്‌ലിസിൽ സ്ഥിരമായി വരുന്നവരുണ്ട്. നീ അവർക്ക് നല്ല മക്കളെ കൊടുത്ത്, സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അതാ വയസ്സായപ്പോ മക്കളെ കൊടുത്ത അല്ലാഹ്, ഈ മജ്‌ലിസിൽ ആരെല്ലാം മക്കളുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ച് ആശിച്ച് വന്നവരുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട് അവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുറെ കാലം ദുആ ചെയ്ത് എനിക്കൊരു മക്കളെ തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ. ഒരുപാട് കാലം ദുആ ചെയ്തു. അതാ അങ്ങ് പ്രായമാകുന്ന സമയത്ത്, വയസ്സായപ്പോ, 150-ലേറെ കൊല്ലമായപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് ഒരു മകനെ കൊടുക്കുന്നു. ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു മകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് അല്ലാഹു തആല കൊടുക്കുകയാണ്. ആ ഇസ്മായിൽ എന്ന് പറയുന്ന കുട്ടിയെ, മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയെ വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, വാത്സല്യത്തോടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് ആ മക്കളെ കൊടുത്തതിൽ, കുഞ്ഞിനെ കിട്ടിയതിൽ. ആ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അല്ലാഹു പറയുന്നു, ബഹുമാനപ്പെട്ട അതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ഓ ഇബ്രാഹിം നബിയേ, നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കുഞ്ഞിനെയും നിങ്ങൾ കഅബാലയത്തിന്റെ സമീപത്ത് കിടത്തിയിട്ട് നിങ്ങൾ വരണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിൽ കൊണ്ടുപോയി. അന്ന് മക്കയിൽ ജനവാസമില്ല, ജനങ്ങളൊന്നും പാർക്കുന്നില്ല. ഒരു കഅബയുണ്ട്, മഹാന്മാര് കെട്ടിയ കഅബയുണ്ട്. ആ കഅബാലയത്തിന്റെ സമീപത്ത് ബഹുമാനപ്പെട്ട പ്രത്യേകം ശ്രദ്ധിക്കുക, പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. KL 14 M7405 സ്വിഫ്റ്റ് വണ്ടി, അതുപോലെ തന്നെ KL 2 H9117. പ്രത്യേകം ശ്രദ്ധിക്കുക, ആ വാഹനം മാറ്റണമെന്ന് അറിയിക്കുന്നു. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, നിങ്ങളെ ഭാര്യയും കുഞ്ഞിനെയും നിങ്ങൾ കഅബാലയത്തിന്റെ സമീപത്ത് നിങ്ങൾ അവരെ വിട്ടയക്കണമെന്ന് പറഞ്ഞു. അന്ന് മക്കയിൽ ജനവാസമില്ല, ജനങ്ങളൊന്നും അവിടെ അത്ര പാർക്കുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഭാര്യയും കുഞ്ഞിനെയും കൊണ്ടുവന്നു. കഅബാലയത്തിന്റെ സമീപത്തങ്ങ് കിടത്തിയിട്ട് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചു, വേറെ ഒരു ചെറിയ പ്ലേറ്റിൽ അല്പം ഈത്തപ്പഴവും വെച്ചു, കാരക്കയും വെച്ചു. അവിടെ വെച്ചുകൊണ്ട് ഒന്നും പറയാതെ അവിടെ നിന്ന് മടങ്ങി വന്നു, തിരിഞ്ഞു വന്നു.
ഭാര്യ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പിന്നാലെ വന്നു. നിങ്ങൾ എവിടേക്കാ പോകുന്നത്? മറുപടിയില്ല, ഒന്നും മിണ്ടിയില്ല. വീണ്ടും പിന്നാലെ ഓടി വന്നുകൊണ്ട് ചോദിച്ചു, ഭർത്താവേ നിങ്ങൾ എവിടേക്കാ പോകുന്നത്? ഒന്നും മിണ്ടിയില്ല, തിരിഞ്ഞു നോക്കിയില്ല, സംസാരിച്ചില്ല. വീണ്ടും അവിടുന്ന് ചോദിക്കുന്നു, അല്ലാഹു അമറക ബിഹാദാ, ഇത് റബ്ബിന്റെ കൽപ്പനയാണോ? എന്നെയും ഈ ചെറിയ ചോരക്കിടാവിനെയും ഇവിടെ കിടത്തിയിട്ട് നിങ്ങൾ പോകുന്നു, ഒന്നും നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഇത് റബ്ബിന്റെ കൽപ്പനയാണോ, തീരുമാനമാണോ? ഇങ്ങനെ അപ്പോൾ പറഞ്ഞു, നഅം, അതെ, അല്ലാഹുവിന്റെ തീരുമാനമാണ്. സ്വന്തം കുഞ്ഞാണെങ്കിലും ഇത്രയും കാലം ഒരു കുട്ടി ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തിട്ട് ആ മകനെ അല്ലാഹു കൊടുത്തപ്പോൾ റബ്ബ് പറയുന്നു, ഇബ്രാഹിം നബിയെ, ആ മകനെയും നിങ്ങളുടെ ഭാര്യയും കൊണ്ടുപോയി കഅബാലയത്തിന്റെ സമീപത്ത് ഇട്ട് വരണം. മകനോട് വല്ലാത്ത സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ സ്നേഹത്തിലപ്പുറം മകനോട് സ്നേഹമില്ല. മകനോടുള്ള സ്നേഹത്തെക്കാളും കൂടുതൽ സ്നേഹം അല്ലാഹുവിനോടാണ്, റബ്ബിനോടാണ്. റബ്ബ് സുബ്ഹാനഹു തആല ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മകനാണോ, മകളാണോ, ഭാര്യയാണോ, അതൊന്നും നോട്ടമില്ല. അല്ലാഹുവിന്റെ കൽപ്പന അംഗീകരിക്കലാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ കുഞ്ഞിനെയും ഭാര്യയും നിങ്ങൾ കഅബാലയത്തിന്റെ സമീപത്ത് ഇട്ട് വരണം. സുബ്ഹാനല്ലാഹ്. അവിടുന്ന് ചോദിക്കുന്നത് അള്ളാന്റെ കൽപ്പനയാണോ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, നഅം, അതെ, റബ്ബിന്റെ കൽപ്പനയാണ്. ആ സമയത്ത് അവിടുന്ന് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഇത് റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ അള്ളാഹു നമ്മെ ഏറ്റെടുത്തിട്ടുണ്ടാകും, അവൻ നമ്മെ സംരക്ഷിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഞാൻ പേടിക്കുന്നില്ല, ഭയപ്പെടുന്നില്ല. നിങ്ങളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ എനിക്കതിൽ യാതൊരു കംപ്ലൈന്റുമില്ല. ഹാജർ ബീവി തിരിച്ചു വന്നു, കുഞ്ഞിന്റെ സമീപത്തേക്ക് വന്നു. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും പറയാതെ പോയിരിക്കുന്നു. അതാ മഹദി അവർകൾ അവിടെ താമസിക്കുമ്പോ ആ പാത്രത്തിലുള്ള വെള്ളം തീർന്നുപോയി, കടിക്കാനുള്ള ഈത്തപ്പഴവും തീർന്നുപോയി. അതാ ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിന് മുല കൊടുക്കണം. മുല കൊടുക്കണമെങ്കിൽ കുടിക്കാൻ വെള്ളം വേണ്ടേ, കടിക്കാൻ ഭക്ഷണം വേണ്ടേ? ഒന്നുമില്ല. എന്തെങ്കിലും കഴിച്ചാലല്ലേ, കുടിച്ചാലല്ലേ കുട്ടിക്ക് മുല കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അവസാനം അതാ കുഞ്ഞിന് കുടിക്കാൻ മുലപ്പാലുമില്ല, കുടിക്കാൻ വെള്ളമില്ലാതെ വല്ലാതെ വിഷമിച്ചു പോയി. ആ സമയത്താണ് മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ പരിശുദ്ധമായ കഅബാലയത്തിന്റെ സമീപത്തുള്ള മക്കയിലുള്ള സഫാ കുന്നിന്റെ മുകളിലേക്ക് ഓടുകയാണ്. അവിടെ ഓടിക്കൊണ്ട് നോക്കുന്ന എവിടെയെങ്കിലും വെള്ളമുണ്ടോ? തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നവിടെവിടെയും വെള്ളം കാണുന്നില്ല. നേരെ അങ്ങോട്ടുമല്ലേ ആ കുന്നിൽ നിന്ന് ഇറങ്ങിയിട്ടതാ കുന്നിൽ നിന്ന് താഴോട്ടിറങ്ങിയപ്പോ അല്പം സമമായ സ്ഥലമെത്തിയപ്പോ അല്പം ഓടുകയാണ്. അല്പനേരം ഓടി, അങ്ങനെ ഓടിക്കൊണ്ട് മർവാ കുന്നിലേക്ക് എത്തുന്നു. മർവാ കുന്നിലേക്ക് പിന്നെയും കയറുന്നു. എന്നിട്ട് അവിടെ നിന്നതാ മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ആ മർവയിലും നോക്കുന്ന എവിടെയെങ്കിലും വെള്ളമുണ്ടോ? എവിടെയും വെള്ളമില്ല. വീണ്ടും താഴോട്ടിറങ്ങുന്നു, സഫാ കുന്നിലേക്ക് വരുന്നു. വീണ്ടും അവിടെയും വെള്ളമില്ലാത്തപ്പോ മർവയിലേക്ക് പോകുന്നു. വീണ്ടും സഫാ കുന്നിലേക്ക് പോകുന്നു. ഇങ്ങനെ സഫാ മർവാ കുന്നിലേക്ക് 7 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ 7ാമത്തെ പ്രാവശ്യം മർവയിലെത്തിയപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു മലക്കിന്റെ ശബ്ദമാണ്. ആ മലക്കിന്റെ ശബ്ദം കേട്ടപ്പോൾ മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ അതാ കുഞ്ഞിന്റെ സമീപത്തേക്ക് ഓടി വരുമ്പോ ആ കുഞ്ഞ് വെള്ളം കൊണ്ട് ദാഹിച്ച് നിലത്തേക്ക് കാലിട്ടടിച്ചപ്പോൾ ആ കാലടിച്ച സ്ഥലത്ത് നിന്നൊരു ചെറിയ നനവ് വരുന്നു. ആ നനവ് വന്നപ്പോൾ മഹദിയായ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ ഒന്നാ നനവ് ഇങ്ങനെ കയ്യിൽ ചുരണ്ടിയപ്പോൾ ഒരു ചെറിയ കുടിയിൽ വെള്ളം നിറഞ്ഞു. വീണ്ടും അതാ അതിൽ വെള്ളം നിറഞ്ഞപ്പോ കുടിയൊന്ന് വലുതാക്കിയപ്പോ വീണ്ടും വെള്ളം നിറഞ്ഞു. പിന്നെയും അല്പം കുടി വലുതാക്കിയപ്പോ വീണ്ടും വെള്ളം നിറഞ്ഞു.
നിറഞ്ഞു. അങ്ങനെ വെള്ളം നിറഞ്ഞ് വലിക്കാൻ തുടങ്ങിയപ്പോ സംസം വെള്ളം നിന്നോ എന്ന് വെള്ളത്തിനോട്, അതാ വെള്ളത്തിനോട് നിൽക്കാൻ വേണ്ടി പറയുന്നു. ആ വെള്ളമാണ് മാവ് സംസം. ലോകത്ത് അതാ കോടിക്കണക്കിന് ജനങ്ങൾ ഷിഫായിന് വേണ്ടി ഉപയോഗിക്കുന്ന സംസം വെള്ളം ഒരു നബിയിന്റെ കാലിട്ടടിച്ച വെള്ളമാണ്. അതുകൊണ്ടാണ് അതിന് ബറക്കത്തുള്ളത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നാം മനസ്സിലാക്കണം. മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫയിൽ നിന്ന് മർവയിലേക്കും മർവയിൽ നിന്നും സഫയിലേക്കും വെള്ളത്തിന് വേണ്ടി ത്യാഗോജ്ജലമായ പ്രവർത്തനം നടത്തിയപ്പോൾ അല്ലാഹ് തീരുമാനിച്ചു, ഇത് മഹാന്മാര് മാത്രം അനുഭവിച്ചാൽ പോരാ, അവര് മാത്രം ചെയ്താൽ പോരാ. ഈ മഹാന്മാരെ ലോകത്ത് ഖിയാമത്ത് നാൾ വരെ അനുസ്മരിക്കപ്പെടണം. അതിന് അല്ലാഹ് തീരുമാനിച്ചു, ലോകത്തുള്ള സർവ്വജനങ്ങളും ഹജ്ജിന് വരുന്നവര് നടക്കട്ടെ സഫയിലേക്ക്, അവിടുന്ന് പോകട്ടെ മർവയിലേക്ക്, വീണ്ടും വരട്ടെ സഫവയിലേക്ക്. അതാ സഫാ മർവക്കടയിൽ 7 പ്രാവശ്യം ഹജ്ജ് ചെയ്യുന്നവരും ഉംറ ചെയ്യുന്നവരും സഅയ് ചെയ്യേണ്ടതില്ലേ? ആ മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ നടന്ന സ്ഥലത്ത് നടക്കണം, ഓടിയ സ്ഥലത്ത് ഓടണം, നടന്ന സ്ഥലത്ത് നടക്കണം. നോക്കൂ എത്രത്തോളമാണ് ബറക്കത്തെടുക്കുന്നതിന്റെ പ്രാധാന്യം. അവർ നടന്നെടുത്ത് നടക്കണം, അവർ ഓടിയെടുത്ത് ഓടണം. അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങളൊന്ന് നോക്കൂ, ബറക്കത്തെടുക്കുന്ന രൂപം എത്രയാണ്. അതുകൊണ്ട് മോമിനീങ്ങളെ, മോമിനാത്തുകളെ, പരിശുദ്ധമായ ഇസ്ലാം അത് സുന്നത്ത് ജമാഅത്ത് മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആദർശങ്ങളുമാണ് ലോകത്തതാ ഇസ്ലാം എന്ന് പറയാനുള്ളത്. അതുകൊണ്ട് മഹാന്മാരെ സ്മരിക്കുന്ന ഏറ്റവും പവിത്രമായ ഒരു മാസമാണ് പരിശുദ്ധമായ ദുൽഹജ്ജ് മാസം. ഈ മാസം വളരെ ബഹുമാനത്തോടുകൂടെ, വളരെ ആദരവോടുകൂടെ നമ്മൾ ഈ മാസത്തെ കാണേണ്ടതുണ്ട്. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഒരു അല്പനേരം ബഹുമാനപ്പെട്ട കൊല്ലം ജൗഹരി ഉസ്താദ് നമ്മളോട് സംസാരിക്കും. അതിനു വേണ്ടി ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രദ്ധിക്കുക, KA12 Z2766 വാഹനം മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. KL2 H9117 എന്ന് പറയുന്ന ബസ് സ്വലാത്ത് കഴിഞ്ഞ് ഇവിടുന്ന് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള ബസ് സൗകര്യമുണ്ട്. ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ജൗഹരി ഉസ്താദിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽ-അളീമിൽ ഖുദ്റത്തി വശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ حافظ الدين والقرآن بسم الله ما شاء الله كان. الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا رحمة للعالمين صلى الله عليه وسلم. സമാദരണീയരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ മഹ്ലായ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട പേരിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം കിട്ടിയവരാണ്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നസ്സായി പവിത്രത രേഖപ്പെടുത്തിയിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷകരമായ രീതിയിൽ പഠനാർഹമായ വിഷയങ്ങൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഫാത്തൂർ സഖാഫി അവറുകൾ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. എന്നാലും അൽഹംദുലില്ലാഹ്, വന്യരായ സയ്യിദ് അവറുകളുടെ, സയ്യിദുന തങ്ങൾ ഉസ്താദ് അവറുകളുടെ നിർദ്ദേശമനുസരിച്ച് ഏതാനും ചില വിഷയങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് അത് പറയുന്നതും കേൾക്കുന്നതും
നമ്മുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ കാരണമാകുമെന്ന പ്രതീക്ഷയോടെ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹ അവരാണ് ലോകത്തിലുള്ള മുഴുവൻ അഹ്ലു ബൈത്തിന്റെയും ഉമ്മ എന്നതിനപ്പുറം സ്വർഗീയ നാരിമാരുടെ അധ്യക്ഷ പീഠം അലങ്കരിക്കുന്ന മഹദിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ച് ലോകത്ത് ഏതൊരാളും അഹ്ലു ബൈത്തിന്റെ മഹത്വം അനുഭവിക്കുന്നുണ്ടോ, സയ്യിദുനാ ബായാർ തങ്ങളുപ്പാപ്പയുടെ പുന്നാര ഹളറത്തിലേക്ക് ഒരാൾ വന്നുകൊണ്ട് അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ആയിരക്കണക്കിന് അനുഭവങ്ങളുള്ള നമുക്ക് നാം അനുഭവിക്കുന്ന ഓരോ അനുഭവത്തിന്റെയും ഓരോ സന്തോഷത്തിന്റെയും ഓരോ ആത്മീയ ഗുണത്തിന്റെയും 1% അതാ അക്കൗണ്ടിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ നേതൃത്വമായ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന ഫാത്തിമത്ത് സഹറ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ മദ്ഹ് പറയുമ്പോൾ അതിലൂടെ ലോകത്തിലുള്ള സർവ്വ അഹ്ലു ബൈത്തിന്റെയും ആദരവ് വാനോളം പുകഴ്ത്തപ്പെടുകയാണ്. ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആയിരക്കണക്കായ സഹോദരിമാർ അൽഹംദുലില്ലാഹ് ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഇങ്ങോട്ട് കിലോമീറ്ററുകളോളം യാത്ര ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ ഭൗതികവും നമ്മുടെ ആത്മീയവുമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടി മഹാനായ സയ്യിദ് അവറുകളിൽ നിന്ന് ഒരു ശമനത്തിന്റെ വാക്ക് കിട്ടാൻ, അതേപോലെ തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം മന്ത്രിച്ചൂതി കിട്ടാൻ വേണ്ടി മണിക്കൂറുകളോളം ക്യൂ നിൽക്കുമ്പോഴുമെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാനായ സയ്യിദ് അവറുകൾ, ഉസ്താദ് അവറുകൾ, സയ്യിദുനാ ബായാർ തങ്ങളുപ്പാപ്പയിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടായ എത്രയോ ആളുകളാണ് ഈ മജ്ലിസിലുള്ളത്. നാം അനുഭവിക്കുന്ന അനുഭവത്തിന്റെ ബിന്ദു പോയി ചേരുന്നത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയിലേക്കാണ്. ഭൗതികമായ നേട്ടങ്ങൾ കിട്ടുമ്പോൾ പടച്ച റബ്ബിനെ മറന്നു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ രത്നച്ചുരുക്കം. ഇവിടെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് അനുഭവങ്ങൾ ഉള്ളവരുണ്ട്. എന്നാൽ എനിക്ക് പറയാനുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഓരോ മാസങ്ങളും എത്ര പ്രയാസപ്പെട്ടാലും ഈ മജ്ലിസിലേക്ക് ബായാർ മുജമ്മഇന്റെ പരിശുദ്ധമായ ഈ സ്വലാത്ത് ഇഷ്കിന്റെ മജ്ലിസിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവർ വരുന്ന ആളുകൾ, നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് സയ്യിദത്തുനാ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ നമ്മെ പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം. എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത് ഇമാം നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്താണ് ചോദിക്കുന്നത്? ഒരു ആയത്തിനെ സംബന്ധിച്ച്. ഏതാണ് ആയത്ത്? യൗമ തുബദ്ദലുൽ അർളി ഗൈറൽ അർളി വസ്സമാവാത്ത്. ഈ ആയത്തിനെ സംബന്ധിച്ച് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ലോകത്തിന്റെ നേതാവിനോട് അഥവാ സ്വന്തം ഭർത്താവിനോട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഈ ആയത്തിനെ സംബന്ധിച്ച് ചോദിക്കാനുണ്ടായ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹളറത്തിലേക്ക് മഹദിയുടെ അരികിലേക്ക് പോകുമ്പോ അതാ ഒറ്റക്കിരുന്നിങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുകയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. എന്തിനാണ് ആയിഷ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരിശുദ്ധ ഖുർആനിലെ യൗമ തുബദ്ദലുൽ അർളി ഗൈറൽ അർളി വസ്സമാവാത്ത് എന്ന ആ ആയത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് കരഞ്ഞതാണ് നബിയെ. ആ ദിവസം എപ്പോഴാണെന്ന് അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. എന്താണ് അല്ലാഹു അതിൽ പറയുന്നത്? ആകാശഭൂമികൾ മാറ്റിമറിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആകാശഭൂമികൾ മാറ്റിമറിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തെ കുറിച്ചുള്ള ഖുർആനിന്റെ ആയത്തിന്റെ പരാമർശം കേട്ടപ്പോൾ ആ ആയത്ത് അതാ ചിന്തിച്ചുകൊണ്ട് ഞാൻ കരയുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ,
ആ ദിവസം എപ്പോഴാണെന്നറിയുമോ? ആ ദിവസം ഏത് ദിവസമാണെന്നറിയുമോ? വഖ്തുൽ മുറൂരി അലസ്സിറാത്ത്. ആകാശഭൂമികളെ മാറ്റിമറിക്കപ്പെടുന്ന ദിവസം എപ്പോഴാണ്? അത് സിറാത്തുൽ മുസ്തഖീം എന്ന പാലം കടക്കുമ്പോഴാണ്. സിറാത്തുൽ മുസ്തഖീം എന്നൊരു പാലം നമുക്ക് കടക്കാനുണ്ട് പാരത്രിക ലോകത്ത് വെച്ച്. ബായാർ തങ്ങളുപ്പാപ്പയുടെ ഹദറത്തിലേക്ക് ആത്മീയമായ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഓരോ ദിവസവും കടന്നു വരുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരന്മാര് മനസ്സിലാക്കണം, ഞാൻ അടക്കമുള്ള എല്ലാവരും മനസ്സിലാക്കണം. സിറാത്ത് വിട്ടുകിടക്കുന്ന ദിവസമാണ്. ആകാശഭൂമികളെ മാറ്റിമറിക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് ഒരല്പസമയം സിറാത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഈ പറയുന്ന വിഷയങ്ങൾ റൗളത്തു ത്വാലിബീനിന്റെ മുഖദ്ദിമയിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയതാണ്. എന്താണ്? ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സിറാത്ത് വിട്ടുകിടക്കുന്ന സമയം ആയിഷ അതൊരു വല്ലാത്ത സിറാത്താണ്. ആദ്യം സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയട്ടെ. അതൊരു മൂർച്ചയുള്ള വാള് പോലെ കിടക്കുന്ന ഒരു പാലമാണ്, ഒരു വലിയ ബ്രിഡ്ജാണ്. ആ മൂർച്ചയുള്ള വാള് എന്നും അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ മുടി പോലെ അത്രയും നേരിയത് അല്ലെങ്കിൽ അതിനേക്കാളും നേരിയ വസ്തുവാണ്. വിശാലമായി ആ സിറാത്തിന്റെ നീളം എത്രയാണെന്നറിയുമോ? 3000 മാസത്തെ വഴി ദൂരമാണ്. എവിടത്തെ 3000 മാസമാണ്? മരണശേഷമുള്ള 3000 മാസത്തെ വഴി ദൂരമാണ്. എന്താ മരണശേഷമുള്ള 3000 മാസത്തെ വഴി ദൂരത്തിന് നല്ല വ്യത്യാസങ്ങളുണ്ടോ? ഈ ദുനിയാവിലെ ഒരു ദിവസം, ഈ ദുനിയാവിലെ 50,000 വർഷത്തെ വഴി ദൂരമാണ്. നമുക്ക് മരണം മഹാസന്നമായാൽ ആ സെക്കൻഡ് മുതൽ നാം അനുഭവിക്കുന്ന ഒരു ദിവസത്തിന്റെ ഖദർ കേട്ടോ. മരണം മഹാസന്നമായത് മുതൽ നാം അനുഭവിക്കുന്ന ദിവസത്തിന്റെ ദൈർഘ്യം എത്രയാണ്? ദുനിയാവിലെ 50,000 വർഷത്തെ വഴി ദൂരമാണ്. പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിലാണ് നാം ഇത് പറയുന്നത്. ആ ദിവസത്തിന്റെ കണക്കനുസരിച്ച് 3000 കിലോമീറ്റർ ദൂരെയാണ് ആ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിലൂടെ കടക്കേണ്ടതെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആയിഷ, മാശറാ ലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നതിന്റെ വ്യത്യാസം എന്താ? മാശറാ ലോകത്ത് യൗമ യഖൂമുർ റൂഹു വൽ മലായികതു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. മഹ്ശറാ ലോകത്ത് സ്വാലിഹീങ്ങളുടെ ഒരു സഫ് വേറെയാണ്, അമ്പിയാക്കളുടെ സഫ് വേറെയാണ്, മലക്കുകളുടെ സഫ് വേറെയാണ്. അതേ, അല്ലാഹുവിലും ഹബീബായ തങ്ങളിലും വിശ്വസിച്ച മുത്തഖീകളുടെ ഒരു സഫ് വേറെയാ, കാഫിരീകളുടെ ഒരു സഫ് വേറെയാ, മുനാഫിഖീങ്ങളുടെ സഫ് വേറെയാ. പക്ഷേ സിറാത്തിന്റെ വ്യത്യാസം എന്താ? സിറാത്തുൽ മുസ്തഖീമിന്റെ മുമ്പിൽ ആയിഷ ആകാശഭൂമികൾ മാറ്റിമറിക്കപ്പെടുന്നു. അവിടെ കാഫിറെന്നോ മുസ്ലിമെന്നോ അമ്പിയാക്കളെന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ സമയത്ത് ഒരേ സമയം ഒരുമിച്ച് കൂടപ്പെടേണ്ടുന്നൊരു സമയം. വഖ്തുൽ മുറൂറി സിറാത്തിന്റെ ആ സമയത്ത് സിറാത്ത് കിടക്കുമ്പോ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. പോരാ, പരിശുദ്ധ ഖുർആനിൽ തന്നെ ഒരായത്തിൽ കാണാം, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന് വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലങ്കാ. ആരെങ്കിലും എൻ്റെ ഖുർആനിൽ നിന്ന് സ്വലാത്ത് മജ്ലിസിൽ നിന്ന് റബ്ബിന്റെ സ്മരണയുണ്ടാക്കുന്ന വലിയ കറാമത്തിന്റെ വെളിച്ചം കിട്ടുന്ന ആത്മീയ അനുഭവം കിട്ടുന്ന ബായാർ സ്വലാത്ത് പോലെയുള്ള സ്വലാത്ത് മജ്ലിസുകളെ നവർ മൈൻഡാക്കിയിട്ട് ആരും മൈൻഡ് ചെയ്യാതെ അതാ അവരുടെ ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവരുണ്ടോ?
പടച്ച റബ്ബിനെ മറന്ന് ജീവിക്കുന്നവരുണ്ടോ? ഫഇന്ന ലഹു മഈശത്തൽ ലങ്കാ, അവന്റെ ജീവിതം വളരെ ദാരിദ്ര്യം പിടിച്ച ജീവിതമായിരിക്കും, പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതായിരിക്കും. പോരാ, എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, അതേ വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശത്തൽ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. ഖിയാമത്ത് നാളിൽ നാം അവരെ ഒരുമിച്ച് കൂട്ടുന്നത് എങ്ങനെയാണെന്നറിയോ? കണ്ണ് കാണാൻ സാധിക്കാതെ ഇരുട്ടത്ത് തപ്പി നടക്കുന്നവരാ. ആ ഖിയാമത്ത് നാളിന്റെ ഏറ്റവും വലിയ ഇരുട്ട് അനുഭവിക്കുന്നത് എവിടെയാണ്? സിറാത്തുൽ മുസ്തഖീമിന്റെ അരികലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഞാൻ പറയട്ടെ, നേരത്തെ ഇവിടെ ഉസ്താദ് അവറുകൾ പറഞ്ഞു, വർഷങ്ങളോളമായി നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഹബീബായ തങ്ങളുടെ ഫദ്ല് കൊണ്ട്, ഹബീബായ തങ്ങളെ കൊണ്ട്, ബായാറ് തങ്ങളുപ്പാപ്പ ബായാറിന്റെ ഈ കുഗ്രാമത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും വരുന്ന പാവപ്പെട്ടവരുടെ അതാ കണ്ണുനീരൊപ്പുകയാണ്. എല്ലാവർക്കും സമാധാനത്തിന്റെ കൈനീട്ടായി തങ്ങളുപ്പാപ്പ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹബീബായ തങ്ങളുടെ പവറാണ് കേട്ടോ. നാം ചിന്തിക്കണം, ദുന്യവിയായ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം സംഭവങ്ങൾ നമുക്കറിയാം. ഈ എൻ്റെ അനുഭവത്തിൽ എത്രയോ പറയാനുണ്ട്, സമയത്തിന്റെ ദൗർബല്യത കണക്കിലെടുത്ത് ചുരുക്കുകയാ. എന്നാൽ അറിയുമോ, ഈ ദുനിയാവിന്റെ ജീവിതത്തിനൊരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാത്ത മുഹമ്മദുർ റസൂലുള്ളാഹ് അതാ സിറാത്തുൽ മുസ്തഖീമിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അവിടെ കോടാനകോടി ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ അസന്നിഗ്ധമായ ഘട്ടത്തിൽ ലോകത്തിലുള്ള മുഴുവൻ ആളുകളുടെയും മുമ്പിൽ വലിയ സൂപ്പർ സ്റ്റാർ ആകുന്ന സമയമാണ് കേട്ടോ. എല്ലാവരും ഇരുട്ടത്ത് കാഫിറും മുസ്ലിമും ജിന്നും ഇൻസും ഒക്കെ ഒരുമിച്ച് കൂടിയിരിക്കുകയാ. ഹബീബായ തങ്ങളുടെ അതാ സാധാരണക്കാരൻ എന്ന് പറഞ്ഞ മുജാഹിദും ജമാഅത്തും ഖാദിയാനിയും എല്ലാ പിഴച്ചവരും അതേ ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ട് ഈമാനിന്റെ ആ അചഞ്ചലമായ വിശ്വാസത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് അതാ ഹബീബായ തങ്ങളെ പവർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആയിഷ. സിറാത്ത് വിട്ടുകിടക്കുന്ന സമയം കേട്ടോ. ഹബീബായ തങ്ങൾ പറയുന്നു, ഞാൻ ഹദീസിലേക്ക് പോകാം. ആയിഷ സമയത്ത് 3 സ്ഥലങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അരികിൽ നിൽക്കുന്ന വാപ്പാനെ മക്കൾക്ക് കാണാൻ പറ്റൂല, ജ്യേഷ്ഠാനിജന്മാരെ കാണാൻ പറ്റൂല, ഭാര്യ ഭർത്താക്കന്മാരെ കാണാൻ പറ്റൂല. ഈ ദുനിയാവിന്റെ ആഡംബരത്തിൽ വഞ്ചനയിൽ പെടുത്തിയ ഒരൊറ്റ ഒന്നിനെയും അവിടെ കാണാൻ പറ്റൂല. അവിടെ കാണിക്കപ്പെടുന്നത് 3 സ്ഥലമാണ്. ഒന്ന് നീളത്തിൽ കിടക്കുന്ന സിറാത്താ. സിറാത്തിന്റെ അങ്ങേയറ്റത്ത് അതാ വർണ്ണാഭമായ പ്രശോഭിതമായ കാഴ്ചകളുമായി അണിഞ്ഞൊരുങ്ങുന്ന പരിശുദ്ധമായ ജന്നാത്തുൻ നഈമ. സിറാത്തിന്റെ അടിഭാഗത്തായി കാണിക്കപ്പെടുന്നത് എന്താണ്? ജഹന്നമെന്ന ഏറ്റവും വലിയ ശക്തിയായി ആളിക്കത്തുന്ന 1000 വർഷം കത്തിച്ചപ്പോൾ വെളുത്തു, പിന്നെ 1000 വർഷം കത്തിച്ചപ്പോൾ ചുവന്നു, പിന്നെ 1000 വർഷം കത്തിക്കപ്പെട്ടപ്പോൾ അതാ രാത്രിയുടെ ഇരുട്ടിനേക്കാളും കറുപ്പ് കളറുള്ള ഒരു വലിയ പ്രപഞ്ചമാണ് നരകം കേട്ടോ. ആ ജഹന്നമല്ലാതെ, സ്വർഗമല്ലാതെ, സിറാത്തല്ലാതെ വേറെയൊന്നും കാണാനില്ല. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്നു, എന്നാൽ ആയിഷ, ആരാണ് ആദ്യമായി സിറാത്ത് കടക്കുന്നതെന്നറിയോ?
അതേ അവ്വലു മൻ യജ്തദു സിറാത്ത് أنا وأمتي أول من يجتاز الصراط أنا وأمتي ആദ്യം സിറാത്ത് വിട്ടുകിടക്കുന്നത് ഞാനാണ് ആയിഷ, എൻ്റെ ഉമ്മത്താണ് ആയിഷ. ലോകത്തിലുള്ള എല്ലാ ഉമ്മത്തുമാരെക്കാളും ഹബീബായ തങ്ങളുടെ ഉമ്മത്ത് സിറാത്ത് കടക്കുന്നു. അതുകൊണ്ടാണ് റൗള ഷരീഫിന്റെ പടിവാതിൽക്കൽ പോലും ആ ചുവരിൽ പോലും എഴുതി വെച്ചില്ലേ, അന്ത ശഫീഉല്ലദീ തുർജാ ശഫാഅതുഹു അലാ സിറാത്തി ഇദാ മസല്ലത്തിൽ ഖദമു. എല്ലാ മുജാഹിദിന്റെയും എല്ലാ ജമാഅത്തുകാരന്റെയും എല്ലാ ഫിത്നയുണ്ടാക്കുന്നവന്റെയും എല്ലാ പിഴച്ചുപോയവന്റെയും കാല് ഇടറി പോകുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന പാലം അത് വിട്ടുകിടക്കുമ്പോൾ ആദ്യം ആ സിറാത്ത് വിട്ടുകിടക്കുന്നത് നൂറും മിൻ നൂരില്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ഈ ദുനിയാവിന്റെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ സ്വലാത്തിനോട്, അതുപോലെ തന്നെ ബായാറ് തങ്ങളുപ്പാപ്പയോട് നമുക്ക് ഫലം കിട്ടിയ സ്വലാത്ത്, എന്തെങ്കിലുമൊക്കെ ഫലം കിട്ടിയില്ലെങ്കിലോ പിന്നെ സ്വലാത്ത് വേണ്ട, ദുആ വേണ്ട, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനേ പാടില്ല. ഇത് നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ ഹബീബായ തങ്ങളിലേക്കുള്ള വസീലയാണ് കേട്ടോ ബായാറ് സ്വലാത്ത്. ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറയുന്നു, ആയിഷ സിറാത്ത് ആദ്യം വിട്ടുകിടക്കുന്നു. ആയിരക്കണക്കായ മലക്കുകൾ തക്ബീറിന്റെ ഈരടികളോടെ ഒരുപാട് സ്വർഗീയ ആരാമത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ അതാ വർണ്ണാഭമായ കാഴ്ചകളോടുകൂടെ തങ്ങളങ്ങ് വിട്ടുകിടക്കുന്നു. വേഗതയിലങ്ങ് തങ്ങൾ വിട്ടുകിടക്കുന്നു. എന്നാൽ അറിയുമോ ആയിഷ, ഞാനിങ്ങനെ വിട്ടുകിടന്നിട്ട് സ്വർഗത്തിന്റെ അതാ അപ്പുറത്ത് കാണുന്ന ജന്നാത്തുൻ നഈമിന്റെ വാതിലിൽ ഇങ്ങനെ നിന്ന് നോക്കുമ്പോ മറുവശത്തിലുള്ള കോടാനകോടി പാവപ്പെട്ട അല്ലാഹുവിന്റെ സൃഷ്ടികളെ എനിക്ക് കാണാൻ പറ്റും ആയിഷ. ആ സമയത്ത് ഓരോരുത്തരുമായി ആദ്യം എൻ്റെ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം സിറാത്ത് കിടക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യത്തെ ഉമ്മത്ത് ആരാണ്? ആദ്യം ഹബീബായ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച അവ്വലു മൻ ആമന ബി അബൂബക്കർ റളിയല്ലാഹു അൻഹു. പുരുഷന്മാരെ ഭാഗത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖാണ്, അഥവാ ആയിഷ നിന്റെ വാപ്പയാണ്. ഫബക്കത്ത് ആയിഷ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കരയാണ്. ഭർത്താവും കടന്നു, വാപ്പയും കടന്നു, എനിക്ക് തുണയാരാണ്? അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് കിടക്കുന്നത് ആരാണെന്നറിയോ? ആയിഷ. അവ്വലു മൻ യമുറു അല സിറാത്തി മിനൻ നിസായി ഫാത്തിമത്തു സഹ്റാ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാണ് സ്ത്രീകളുടെ ഭാഗത്തിൽ നിന്ന് ആദ്യം സിറാത്ത് വിട്ടുകിടക്കുന്നത്. ബായാറിലേക്ക് വന്ന ഉമ്മമാരെ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ഇവിടെ ക്യൂ നിന്നിട്ട് എത്രയോ ക്യാൻസർ രോഗികളുടെ ക്യാൻസർ രോഗം മാറി, എത്രയോ വിവാഹം സ്വപ്നം കണ്ടു കഴിഞ്ഞ ആളുകൾക്ക് അല്ലാഹു ഇണകളെ കൊടുത്തു, ജോലിയില്ലാത്ത പലർക്കും ജോലി കിട്ടി. അതാ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആളുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാ. എനിക്ക് തങ്ങളുപ്പാപ്പയെ കാണാൻ പറ്റിയില്ലല്ലോ, പോയപ്പോ അവിടെ തിരക്ക്, അവിടെ ഖാദിമീങ്ങൾ മാത്രം അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയുന്നത് പലപ്പോഴായി കേട്ടിട്ടുണ്ട്. വലിയ അപകടമാണ് കേട്ടോ.
സ്വലാത്തിന്റെ ദിവസം ബായാറിന്റെ മണ്ണിലേക്ക് തങ്ങളുപ്പാപ്പയർ നോക്കി കാണാൻ വേണ്ടി വരുന്ന നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് അതാ തങ്ങളുപ്പാപ്പയുടെ സ്വലാത്ത് മജ്ലിസിലുള്ള ദുആയാ. ഒരുമിച്ച് തങ്ങളോടുകൂടെ റസൂലുള്ളാഹിനെ വിളിച്ച് സലാം പറയുമ്പോ അത് ഈ കാമ്പൗണ്ടിന്റെ മുകളിൽ നിന്ന് എവിടെയാണോ പെങ്ങളെ നീയുള്ളത്, അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ മദീന പൂങ്കാവനത്തിൽ വെച്ചുകൊണ്ടത് മടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാം തങ്ങളുപ്പാപ്പയിൽ നിന്ന് ശിവ പ്രതീക്ഷിച്ച് വന്നവരാണോ കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേ സമയത്ത് സഹോദരന്മാരെ, നാം ഒരിക്കലും തന്നെ പടച്ചറപ്പിന്റെ റഹ്മത്തിനു തൊട്ട് ആശമുറിയാൻ പാടില്ല. ദുനിയാവിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാകാൻ പാടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ കരച്ചിൽ തുടരുന്നു. ഫാത്തിമ ബീവിയും കടന്നുവല്ലോ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കടക്കും ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കടക്കുമ്പോൾ ഒരു പ്രത്യേകത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ട സഹോദരിമാര് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താണ്? എല്ലാവരും ഇരുട്ടത്ത് നിൽക്കുകയാ, സിറാത്ത് കാണിക്കപ്പെടുകയാണ്. ഓരോ ആളുകളും മിന്നൽ വേഗതയിൽ ഇങ്ങനെ കടക്കുന്നു. എന്നാ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സിറാത്ത് കടക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഒരു അനൗൺസ്മെന്റ് വരുന്നു. എന്താ വിളിച്ചു പറയുന്നത്? ഫനാദാ മുനാദിൻ, ഒരാൾ വിളിച്ചു പറയുന്നു, ഗല്ലൂ അബ്സാറകും ഫഇന്ന ഫാത്തിമത الزهراء ബിൻത റസൂലില്ലാഹി തമുറു അലസ്സിറാത്ത്. എല്ലാവരും കണ്ണടച്ചുകൊള്ളുക. അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. എല്ലാവരും കണ്ണടച്ചുകൊള്ളുക. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ മകള് ഫാത്തിമ ലോകത്തിലുള്ള എല്ലാ അഹ്ലു ബൈത്തിന്റെയും ഉമ്മയായ ബായാർ തങ്ങളുപ്പാപ്പയുടെയും അതുപോലെ തന്നെ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാനുൽ ബുഖാരി ഖദസല്ലാഹു സിർറഹുൽ അസീസ് ഏതെല്ലാം സദാത്തുക്കളുണ്ടോ അതേ കൊടക് ജില്ലയിൽ അൽഹംദുലില്ലാഹ് കുഞ്ചിലത്ത് പൈനേരി ഔലിയാക്കളെ ചാരത്ത് മാസത്തിൽ സ്വലാത്ത് തുടങ്ങി ആയിരങ്ങളുടെ അഭയ കേന്ദ്രമായി മാറിയ ബായാർ തങ്ങളുപ്പാപ്പയുടെ പൊന്നോമന അനുജൻ ബഹുമാനപ്പെട്ട കല്ലേരി തങ്ങളുപ്പാപ്പയടക്കം എല്ലാ തങ്ങന്മാരുടെയും ഉമ്മയാണ് ഫാത്തിമ. ഗൗസുൽ ആലം ഖുത്ബുൽ അഖ്താബ് ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിർറഹുൽ അസീസിന്റെ ഉമ്മ വഴിയായിട്ട് കറക്റ്റായി ഫാത്തിമ ബീവിയിലേക്ക് പോകുന്നു. താജുൽ ഉലമയുടെ പരമ്പര പോയി മുട്ടുന്നു. ബായാർ തങ്ങളുപ്പാപ്പയുടെയും കല്ലേരി തങ്ങളുടെയും ഖുറാ തങ്ങളുടെയും സർവ്വ സദാത്തുക്കളുടെയും ഉമ്മയാണ് ഫാത്തിമ. അതാ ഫാത്തിമ സിറാത്ത് വിട്ടുകിടക്കുന്നു. പെങ്ങളെ, അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഓർഡർ വരുന്നു. എല്ലാവരും കണ്ണടച്ചു കൊള്ളണം. എല്ലാവരും കണ്ണടക്കണം എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുമോ? മുഴുവൻ ആളുകളെയും കണ്ണീരിട്ടാകുകയാ. സിറാത്ത് കാണൂല. ഫാത്തിമ ബീബി സിറാത്ത് പാലം കിടക്കുന്ന ഒരൊറ്റ കുട്ടിയും കാണൂല. ആയിഷ ബീബി ചോദിച്ചു, എന്താ തങ്ങളെ അതിന്റെ പ്രത്യേകത? എന്താണ് നബി അങ്ങനെ വരാൻ കാരണം? ആയിഷ, ഹബീബായ തങ്ങളുടെ മകളാണെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് ഇടപെട്ട ഒരു വിഷയമാണ്. എന്താണെന്നറിയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഹബീബായ തങ്ങളെ മകളാണെന്ന നിലക്ക് ഫാത്തിമക്ക് ഞാൻ എന്തു ചെയ്തു തരണമെന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിനോട് ചോദിച്ചതാണ്, ദുനിയാവിലും ആഖിറത്തിലും ഒരൊറ്റ അന്യപുരുഷന്മാരെ കണ്ണിൽ ഞാൻ പെടാൻ പാടില്ല.
അതാണ് ആയിഷ എന്റെ മകളായതുകൊണ്ട് പറയല്ല, അല്ലാഹും ഫാത്തിമ ബീവിയും നേരിട്ടുള്ള ബന്ധമാണത്. ഹബീബിന്റെ മകൾ എന്ന നിലക്ക് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയ ഓഫറാണ് കേട്ടോ. സിറാത്ത് വിട്ടുകിടക്കുന്ന സമയത്ത് പോലും അന്യ പുരുഷന്മാരെ കാണൂല. മദീന മുനവ്വറയിലെ ബഖീൽ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അതാ കടക്കുന്നു പൊന്നു പെങ്ങളെ. ബായാറ് തങ്ങളുപ്പാപ്പയുടെ മുമ്പിലേക്ക് വരുമ്പോൾ, ഈ മജ്ലിസിലേക്ക് വരുമ്പോൾ, ഇത് ദുൽഹിജ്ജ മാസമാണ്. ലക്ഷക്കണക്കിന് ആളുകൾ മദീനയിലും മക്കത്തുൽ മുകറമയിലും ഒരുമിച്ച് കൂടി. നമ്മുടെ നാട്ടുകാര് കുടുംബക്കാര് പലരുണ്ട്. അല്ലാ, ആ മണ്ണിൽ ഒരുപാട് തവണ കാലുവെക്കാ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കാരണമാകണം റഹ്മാനേ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ഒരു സലാമെങ്കിലും ജീവിതത്തിൽ പോയി പറയണ്ടേ മോളെ? അതുകൊണ്ട് തീരുമാനിച്ചോ, ഇനി ജീവിതത്തിൽ ഒരിക്കലും തന്നെ കാണാനും തൊടാനും പാടില്ലാത്ത ആരുടെ മുമ്പിലും എൻ്റെ ഔറത്ത് വെളിവാക്കൂല. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ, ഞാൻ ഈ സ്വലാത്തിന് ഒരു വർഷത്തിലധികമായി വരാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്. തങ്ങളുപ്പാപ്പയുടെ വാദ് കേൾക്കാത്ത ഒരു വിഷയവുമില്ല. എല്ലാം ഉൾപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് നസീഹത്ത് പറയുമ്പോ അന്യ പെണ്ണുങ്ങളായ സഹോദരിമാരെ സ്വന്തം പെങ്ങന്മാരെ വിളിച്ച് പറയുന്നത് പോലെ നിങ്ങളുടെ ഔറത്തിന്റെ കാര്യം പറയുന്നു. അഴിഞ്ഞാട്ടം അപകടം ചെയ്യുമെന്ന് പറയുന്നു. അത് ശിരസാവഹിക്കാതെ ഞാനും നീയും ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടൂന്ന് വിചാരിക്കേണ്ടതില്ല. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ സിറാത്ത് കടക്കുന്നു ഇരിക്കട്ടെ. ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഹബീബായ തങ്ങൾ സ്വർഗത്തിന്റെ വാതിലിൽ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ഹബീബായ തങ്ങൾ ചെയ്യുന്നതെന്താ? ഓരോരുത്തരും സിറാത്ത് വിട്ട് കിടക്കുന്നു. ഓരോരുത്തരായി കിടക്കുമ്പോ തങ്ങളെ പ്രിയം വെച്ച ആളുകൾ, തങ്ങൾക്ക് ജീവൻ നൽകാൻ തയ്യാറായ ആളുകൾ, തങ്ങളെ പേരുള്ള സ്വലാത്തിന് പ്രാധാന്യം നൽകിയവർ, അഹ്ലുബൈത്തിനെ ആദരിച്ചവർ, മുഴുവൻ ആളുകളും സിറാത്തിൽ കാലുവെക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് ഹബീബായ തങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ സല്ലിം ഉമ്മത്തി, അല്ലാഹുമ്മ സല്ലിം ഉമ്മത്തി. ഹബീബായ തങ്ങളപ്പുറത്തുനിന്ന് ദുആരക്കുന്നു. ഓരോരുത്തരായി സിറാത്ത് കടക്കുന്നു. വാപ്പ മക്കളുടെ മുമ്പിൽ സിറാത്തിൽ നിന്ന് കാല് തെറ്റി വീഴുന്നു. ദുനിയാവിലെ തോന്നിവാസത്തിന്റെ ഫലമായിട്ട് ഒരു മകനിക്കും അത് തടയാൻ പറ്റുന്നില്ല. ഒരു മക്കളെയും ഒരു പിതാവിന് തടയാൻ പറ്റുന്നില്ല. ഇവിടെയാണ് സയ്യിദന്മാര് അധ്വാനിച്ചുകൊണ്ട് ക്ഷീണം എത്രയുണ്ടായിട്ടും എത്ര പ്രയാസപ്പെട്ടിട്ടും പാവപ്പെട്ട നമ്മുടെ മുമ്പിൽ വന്ന് ദ്വാരക്കുന്നു, സ്വലാത്തിന് നേതൃത്വം നൽകുന്നു. ഏത് സ്ഥലത്തേക്കും പ്രയാസപ്പെട്ടവർ വരുന്നു. എന്തിനാണ്? തങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്താനാണ്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി നമ്മെ ഒന്ന് കൂട്ടിയിണക്കാനാണ്. അല്ലാഹ് അല്ലാഹ്, നീ ഞങ്ങൾക്ക് അതിന് അവസരം തരണം റഹ്മാനേ. സഹോദരന്മാരെ, ഞാൻ നേരത്തെ തങ്ങളുപ്പാപ്പയുടെ റൂമിലേക്ക് പോയപ്പോൾ അവിടുന്ന് വളരെ ക്ഷീണിതനായി കിടക്കുന്നു. കഴിയില്ല, വയ്യ, കൈയും കാലും നനക്കാൻ പറ്റുന്നില്ല. കിലോമീറ്ററുകളോളം യാത്ര
ചെയ്യുന്നു അവർ, എത്രയോ ഉറക്കം ഒഴിയുന്നു അവർ, എത്രയോ പരിപാടികൾക്ക് നസീഹത്തിന് ദുആരക്കാൻ നേതൃത്വം നൽകുന്നു. അതാ അവർക്ക് വാഹനത്തിൽ പോലും യാത്ര ചെയ്യാൻ പറ്റണില്ല. എല്ലാ സ്ഥലത്തും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. അതും വലിയ മാരകമായ രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ. ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് മുഴുവനും അത്താണിയായി സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, സമാധാനത്തിന്റെ ശാന്തിയുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് നമ്മെ എല്ലാവരെയും ഹബീബായ തങ്ങളെ ഇഷ്കിന്റെ വഴിയിലേക്ക്, മഹബത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരുന്ന മഹാനവറുകൾക്ക് നമുക്കൊന്ന് ദുആ ചെയ്യാം. അർഹമുർ റഹീമായ റബ്ബേ, അവരെ തണല് ഞങ്ങൾക്ക് ദീർഘകാലം നീട്ടിത്തരണം റഹ്മാനേ. അവരെ കൈ ഞങ്ങൾ പിടിക്കുമ്പോഴും അവരുടെ മുമ്പിൽ നിൽക്കുമ്പോഴും അവർക്ക് പൊരുത്തമില്ലാത്ത ചിന്തകൾ ഞങ്ങളെ കൽബിൽ തരല്ല അല്ലാ. ഞങ്ങളെ കൽബ് നീ ഇബ്ലീസിന്റെ ശർറിൽ നിന്ന് കാക്കണേ അല്ലാ. എത്ര നല്ലവനായി ജീവിച്ചാലും, എത്ര നല്ല വെള്ള വസ്ത്രം അണിഞ്ഞാലും എൻ്റെ കൽബ് മോശമായി പോയാൽ, ഞാൻ ചെയ്യുന്ന അമലുകളൊക്കെ ജാടകൾക്ക് വേണ്ടിയായി പോയാൽ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായി പോയാൽ, ഇഖ്ലാസ് ഇല്ലാതെ ആയി പോയാൽ, രാജാവിന്റെ മുമ്പിൽ സമ്മാനം കൊടുക്കുന്നത് ശവത്തെ ചുറ്റിയിട്ട് സമ്മാനം കൊടുക്കുവോ മനുഷ്യ? പ്രധാനമന്ത്രി വരാണ് അയാൾക്ക് ഒരു പ്രസന്റേഷൻ കൊടുക്കുന്നത്, കുറെ ശവം ഇങ്ങനെ ചുറ്റിയിട്ട് നല്ല കളർ പേപ്പറിൽ പൊതിഞ്ഞിട്ട് കൊടുക്കോ? എന്നാ ലോകം മുഴുവനും മടക്കി ഭരിക്കുന്ന റബ്ബുൽ ആലമീൻ അവനിക്കറിയാത്തത് വല്ലതുണ്ടോ? നമ്മുടെ കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ അറിയൂലേ? ആ റബ്ബിന് വേണ്ടി അമല് ചെയ്യുമ്പോ, ആ അമല് ഇഖ്ലാസ് ഇല്ലാത്ത അമലാകുമ്പോ, റബ്ബിന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്ന അമൽ ശവത്തെ പൊതിഞ്ഞ് കൊടുക്കുന്നത് പോലെയല്ലയോ? അഖ്ലിസ് വദാ അല്ലാ തുരീദ ബിത്വാഅതി ഇല്ലാ തഖറൂബ മിൻ ഇലാഹിക ദിൽ ഇലാ. എല്ലാ സ്ഥലത്തും അല്ലാഹു നമുക്ക് നൽകട്ടെ. നമുക്ക് വലിയ പവർ കിട്ടലോ, വലിയ സ്ഥാനം കിട്ടലോ, വലിയ ആളാണെന്ന് ആളുകൾ പറയലോ നമ്മുടെ അജണ്ടയല്ല. നിർജീവമായൊരു ഫോട്ടോമാണമലൊക്കെയോ, ഇഖ്ലാസ് വന്നാൽ ജീവനാണതിനൊക്കെയോ. മഹാനായ തഴവ ഉസ്താദ് പാടിയതുപോലെ, ഏത് സേവനം ചെയ്യുകയാണെങ്കിലോ, ഏത് വാക്ക് പറയാണെങ്കിലോ, ഏത് പ്രസംഗിക്കുന്നവനാണെങ്കിലോ, ഏത് വിഷയാണെങ്കിലും അല്ലാഹുവിന്റെ വജഹിനെ ആഗ്രഹിച്ചുകൊണ്ടല്ലാതെ നമ്മുടെ കൽബിൽ വേറൊരു ചിന്ത വന്നു പോയാ അത് ദുനിയാവിലും നമുക്ക് അപകടമാണ്, പാരത്രിക ലോകത്ത് പാപ്പറാണ്. ലാ തത്ലുബൽ ഇൻദൽ മുഹൈമിനി മൻസിലാ ഇൻ കുൻത തത്ലുബു ഇൻദ നാസിം മൻസിലാ. അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് സ്ഥാനം വേണോ? ദുനിയാവിന്റെ ആളുകളെ മുമ്പിൽ നമ്മൾ സ്ഥാനം ആഗ്രഹിച്ചുകൂടാ. ഇവിടത്തെ സ്ഥാനമാനങ്ങൾക്ക് നിലനിൽപ്പില്ല. അതാണ് മഹാന്മാരായ സാദാത്തുക്കളുടെ വളർച്ച, അതാണ് ബയാറ് തങ്ങളുടെ വളർച്ച, അതാണ് കല്ലേരി തങ്ങളുടെ വളർച്ച, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ വളർച്ച. കൂരമ്പുകൾ പോലത്തെ പ്രതിസന്ധികൾ വന്നാലോ അവരതാ നിഷ്പ്രയാസം അതിനെ തട്ടിമാറ്റിയിട്ട് അവർ അജയ്യമായി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിക്കുകയാ. ആരോപണങ്ങളുടെ പേമാരികളെ കൊണ്ട് പൊതിഞ്ഞാലും അല്ലാഹുവിന്റെ ദീനിന്റെ കാവലാളുകളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാവും സാദാത്തും മുന്നോട്ട് പോകുന്നതെന്താ? ഇഖ്ലാസാണ് കൈമുതലായി കിട്ടിയിട്ടുള്ളത്, അതേ നിലനിൽക്കുകയുള്ളൂ.
അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. സഹോദരന്മാരെ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കരയുന്നു. ഉമ്മ എന്ത് പറഞ്ഞിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ കരയുന്നത്? ഹബീബായ തങ്ങളെ, ഒരു ഭർത്താവ് എന്ന നിലക്ക്, ഒരു നിങ്ങളുടെ കൂടെ കിടക്കുന്ന ഒരാളെന്ന നിലക്ക് പാരത്രിക ലോകത്ത് എന്റെ ഒരു കൈപിടിക്കുമെന്ന് ഉറപ്പ് തരുമോ? ചിന്തിക്കണം സഹോദരന്മാരെ. നാം എത്ര വലിയ സ്ഥാനമാനം ഉള്ള ആളുകളാണെങ്കിലും, എത്ര വലിയ ഭൗതികമായ ഉയർച്ചയുള്ളവരാണെങ്കിലും, ഏത് പണക്കാരനാണെങ്കിലും രാജാവാണെങ്കിലും ആലോചിച്ചോ, അതാ ഹബീബായ തങ്ങൾ പറയുന്നു, ആയിഷ ശരിയാണ്, റഹ്മത്തുൽ ലിൽ ആലമീൻ എന്ന നിലക്ക്, ലോകത്തിന് മുഴുവനും കാരുണ്യമാണെന്ന നിലക്ക്, എല്ലാവർക്കും ചെയ്യുന്ന ശഫാഅത്തിനപ്പുറം ഒരു ഭാര്യ എന്ന രീതിയിൽ ആയിഷ ശഫാഅത്ത് കിട്ടൂല. അധ്വാനിച്ചു കൊള്ളണം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് പതിര സമയത്ത് ഖിദ്മത്ത് ചെയ്തു. ബായാർ തങ്ങൾ ഉപ്പാപ്പയുടെ കാല് തടവി കൊടുക്കുന്ന മദനി ഉസ്താദ്, സിദ്ദീഖ് സഖാഫി ഉസ്താദിനെ പോലെയുള്ള ഇവിടുത്തെ ഉസ്താദുമാര് സേവനം ചെയ്യുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു പോകണ്ട. അത് അവരെ ആഗ്രഹിച്ചിട്ടല്ല. പക്ഷേ നമുക്ക് റബ്ബിന്റെ അടുത്ത് കൂലി കിട്ടാൻ, ഹബീബായ തങ്ങളെ ശഫാഅത്ത് കിട്ടാൻ, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആയിഷ അതാ പാരത്രിക ലോകത്ത് ഭാര്യ എന്നൊരു പരിഗണനയില്ല ആയിഷ. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പാതിര സമയത്ത് മരം കോച്ചുന്ന തണുപ്പിൽ ഹബീബായ തങ്ങൾക്ക് തഹജ്ജുദിന് വുളൂഇന് വെള്ളം കൊടുത്തപ്പോ റബീഅത്തെ ആവശ്യമുള്ളത് ചോദിച്ചോ? സല്യാ റബീഅ, ആവശ്യമുള്ളത് ചോദിച്ചോ എന്ന് പറയുമ്പോൾ റബീഅ റളിയല്ലാഹു അൻഹു ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ അവിടത്തോടൊന്നിച്ച് എനിക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുമോ തങ്ങളെ? അത് ചോദിക്കുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, ഈ സമയം അതാ തരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അഇന്നി അലാ കസറത്തി സുജൂദ്, നന്നായി സുജൂദ് ചെയ്തോ, അല്ലാഹുവിന് സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ സഹായിച്ചോ. അഥവാ ഇബാദത്തുകളിൽ വിശ്വാസത്തിൽ എന്തെങ്കിലും കോട്ടം തട്ടിയിട്ട് പാരത്രിക ലോകത്ത് വന്നവാൽ കുടുങ്ങിപ്പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. നന്നായി അചഞ്ചലമായ വിശ്വാസം, ആത്മാർത്ഥമായ കർമ്മങ്ങളിലൂടെ വന്നോ. ആകാശ ലോകത്ത് കാണുന്ന നക്ഷത്രങ്ങളെ പോലെയാണ് മാശറ ലോകത്ത്, സ്വർഗീയ ലോകത്തെത്തിയാൽ അമ്പിയാക്കളെ നമ്മൾ കാണുക. ഒന്ന് ആലോചിച്ചു നോക്കൂ. ആകാശ ലോകത്ത് ഇപ്പൊ നക്ഷത്രങ്ങൾ നമ്മൾ കാണൂലേ, അതുപോലെയാണ് അമ്പിയാക്കൾ സ്വർഗത്തിൽ കാണുക. ഇവിടെയാണ് റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു വിജയിക്കുന്നത്. ആ പദവിയിലേക്ക് അവിടുത്തെ കൂടെ ഒന്ന് സ്വർഗത്തിൽ വരാൻ പറ്റുമോ? ഖുർആനിൽ ഒരു ആയത്ത് തന്നെ അല്ലാഹു തആല ഇറക്കിയല്ലോ. ഖുർആനിൽ ഒരു ആയത്ത് തന്നെ അല്ലാഹു തആല അതാ ഇറക്കാനുണ്ടായ കാരണം തന്നെ മഹാന്മാര് പറയുന്നു. സ്വഹാബത്ത് ഒന്നടങ്കം കരഞ്ഞു ചോദിക്കുന്നു, കൈഫ നറാക ഫിൽ ജന്നാ വ അന്ത ഫി ദറജത്തിൽ ഉലാ യാ റസൂലല്ലാഹ്. അങ്ങ് സ്വർഗത്തിന്റെ മഹോന്നതമായ VIP പദവിയിലാണല്ലോ, പിന്നെ എങ്ങനെയാ തങ്ങളെ ഞങ്ങളൊന്ന് കാണുക? എങ്ങനെയാ തങ്ങളെ ഒന്ന് സ്വർഗത്തിൽ വെച്ച് കാണുക? ഹബീബായ തങ്ങളതിന് മറുപടി പറഞ്ഞില്ല. ഫനസലൽ അമീൻ മലക്കു ജിബ്രീൽ, അപ്പം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങിയിട്ട് പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസ്ന ഉലൈക റഫീഖാ.
നല്ല കൂട്ടുകാരനെ സ്വർഗത്തിൽ കിട്ടണോ, അമ്പിയാക്കളെ കിട്ടണോ, സ്വാലിഹീങ്ങളെ കിട്ടണോ? നന്നായി അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കേണ്ടതുപോലെ അനുസരിക്കണം. ത്വാഅത്ത് എന്നാണ് അവിടെ പ്രയോഗിച്ചത്. ത്വാഅത്ത് എന്ന് പറയുമ്പോൾ ഒരു ത്വാഅത്ത് എന്ന് പറയണമെങ്കിൽ എന്തെല്ലാം ഡിമാൻഡ് ഉണ്ടെന്നറിയോ? ഒന്നാമത്തെ ഡിമാൻഡ് ഈമാൻ വേണം, രണ്ടാമത്തത് തഖ്വ വേണം, മൂന്നാമത്തത് സംസാരം നല്ലതാക്കണം, നല്ല സംസാരമായിരിക്കണം. അതേപോലെ തന്നെ പശ്ചാത്താപം തൗബ വർദ്ധിക്കണം. അതേപോലെ തന്നെ നല്ല പ്രവർത്തനങ്ങൾ നടത്തണം. ഇതഞ്ചും ഒരുമിച്ച് കൂടുമ്പോഴാണ് ത്വാഅത്ത് ഉണ്ടാകുക. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചാൽ എന്ന് പറയുന്ന ഖുർആനിലെ ത്വാഅത്ത് ഏതാണെന്നറിയോ? ഈ 5 ഘടകങ്ങൾ കൂടിയതാണ്. അതുണ്ടായാലേ ഹബീബായ തങ്ങളെ കൂട്ടുകാരനായി കിട്ടുള്ളൂ. K12 P59 88 അല്ല 98 വാഹനം ആ സ്ഥലത്തിൽ നിന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് സംഘാടകർ ഇവിടുത്തെ പാർക്കിംഗ് ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, എല്ലാവരും സഹകരിക്കണം. ഇവിടെ വരുന്ന എല്ലാ ആളുകളും വളണ്ടിയേഴ്സിനോട്, ഇവിടെയുള്ള ഉസ്താദുമാരോട്, ഇവിടെയുള്ള സ്ഥാപനത്തിന്റെ പ്രതിനിധികളോട്, ഇവിടെയുള്ള മുഴുവൻ ആളുകളോടും സഹകരിക്കണം. കാരണം നമ്മൾ ഇവിടേക്ക് വരുന്നത് എന്തിനാണ്? മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പ്രമുഖരായ മഹാന്മാര് ജീവിച്ച് അതാ കാണിച്ചു തന്ന സുന്നത്തു ജമാഅത്തിന്റെ പാരമ്പര്യമുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന, വളരെ പരമ്പരാഗതമായി കൊണ്ട് തന്നെ സുന്നത്തു ജമാഅത്തിന്റെ എല്ലാ വശങ്ങളിലും ഒരു മാർക്ക് പോലും, ഒരു പോയിന്റ് പോലും വ്യത്യാസമില്ലാതെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന അഹ്ലു ബൈത്തിന്റെ പരമ്പരയിൽപ്പെട്ട മഹാന്മാർ, അവരെ കാണാനാണ്, അവരെ ദുആയിൽ പങ്കെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ അദബ് കേടുകൾ വരാതെ സൂക്ഷിക്കണം. ഇവിടെയാണ് അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കേണ്ടതുപോലെ അനുസരിച്ചാൽ, അനുസരിക്കുക ത്വാഅത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. ഇതെല്ലാം ഒരുമിച്ച് കൂടുമ്പോഴാണ് തഖ്വ ഉണ്ടാകണം, നല്ല വിശ്വാസം ഉണ്ടാകണം, പശ്ചാത്താപം തൗബ വർദ്ധിക്കണം. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്, യോ നബിയേ, ആയിഷാനെ മറക്കുമല്ലേ? അപ്പോഴാണ് തങ്ങൾ പറയുന്നു, ആയിഷ, 3 സ്ഥലത്ത് ഒരു രക്ഷയുമില്ല ആയിഷ, 3 സ്ഥലത്ത് ഒരു രക്ഷയുമില്ല ആയിഷ. എല്ലാ അമ്പിയാക്കളുടെയും എല്ലാ സ്വാലിഹീങ്ങളുടെയും എല്ലാ സയ്യിദന്മാരുടെയും എല്ലാ പണ്ഡിതന്മാരുടെയും ഔലിയാക്കളുടെയും എല്ലാവരുടെയും ചിന്താ സമയത്ത് 3 സ്ഥലത്ത് മാത്രമാണ്. ഏതാണ് ആ 3 സ്ഥലമെന്നറിയോ? ഇൻദൽ മീസാൻ, നന്മ തിന്മകൾ തൂക്കപ്പെടുന്ന സമയമുണ്ടല്ലോ ആയിഷ, ആ സമയത്ത് എന്റെ അടക്കം കണ്ണ് എവിടെയാണെന്നറിയോ? ആ മീസാനിന്റെ മുള്ളിലാണ്. ആ മുള്ള് അനുകൂലാണോ പ്രതികൂലമാണോ എന്നല്ലാതെ വേറെ ആയിഷ എന്റെ ഭാര്യയാണ്. എന്റെ ഉമ്മത്തിനെ പോലും എനിക്ക് ആ സമയത്ത് ചിന്തിക്കാൻ പറ്റൂല. അവനവന്റെ എല്ലാവരുടെയും ചിന്ത സമയത്ത് ആ മുള്ളിൽ മാത്രമാണ്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നന്മ നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാ. രണ്ടാമത്തത്, നന്മ തിന്മകൾ എഴുതപ്പെട്ട കിതാബ് കൈമാറ്റം ചെയ്യപ്പെടുമ്പോ എല്ലാവരുടെ ശ്രദ്ധയും എൻ്റെ വലത്തെ കയ്യിലാണോ എൻ്റെ ഇടത്തെ കയ്യിലാണോ? ഒരു രക്ഷയുമില്ല ആയിഷ.
മൂന്നാമത്തത് സിറാത്ത് പാലം വിട്ട് കടക്കുമ്പോഴാണ്. ഞാൻ കടക്കും, എൻ്റെ ഭാര്യ എന്ന നിലക്ക് ഞാൻ കൈപിടിച്ച് കടത്തൂല്ല. ഞാൻ എൻ്റെ രക്ഷ അവിടെ നോക്കി അപ്പുറത്ത് കിടന്നിട്ട് അതാ റെക്കമെൻഡ് ചെയ്യാ ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ സല്ലിം ഉമ്മത്തി, ഹബീബായ തങ്ങളെ ദുആ അല്ലാഹ് തട്ടുമോ? അവിടുന്ന് ദുആരക്കുന്നു. ബായാർ മുജമ്മഇന്റെ കാമ്പൗണ്ടിലേക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ബായാർ തങ്ങൾ പാപ്പയെ കാണാമെന്ന അതേ ഒരു ആശിഖ, അവര് സ്വലാത്ത് ചൊല്ലിയവരാ, അവര് തങ്ങന്മാരെ മഹബത്ത് വെച്ചവരാ, എൻ്റെ അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ചവരാ. അല്ലാഹുവേ നീ അവരെ രക്ഷപ്പെടുത്തണേ, രക്ഷപ്പെടുത്തണേ എന്ന് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി ഹബീബായ തങ്ങൾ ദുആരക്കുമ്പോ പതറാതെ രക്ഷപ്പെടുന്നു. സഹോദരന്മാരെ, ആ ഒരു വലിയ ഘട്ടത്തിലേക്ക് പോകാൻ നമുക്ക് ഉണ്ട് എന്ന ബോധത്തിനായിരിക്കട്ടെ ഈ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രഭാഷണങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടുന്ന മജ്ലിസുകളും ഇവിടെയുള്ള ദുആകളും എല്ലാം അല്ലാഹുവിന്റെ വജ്ഹിനെ ആഗ്രഹിച്ചുകൊണ്ട് ആകുമ്പോഴാണ് അത് കൂടുതൽ കൂടുതൽ ഫലം ചെയ്യുക. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, ഞാൻ ഒരു വർഷത്തോളം ഈ മജ്ലിസിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു ആ ചെറുപ്പക്കാരൻ അൽഹംദുലില്ലാഹ് ഇപ്പൊ എഴുന്നേറ്റ് നടക്കുകയാണ്. തീരെ നടക്കാൻ പറ്റാത്തൊരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അല്ലാഹുവിന്റെ പരീക്ഷണം തുടർന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് ആ ചെറുപ്പക്കാരന്റെ ചെറിയ മൂത്ത ആൺകുട്ടിയിൽ ഒന്നാമത്തെ കുട്ടി 2 കിഡ്നിയും ഫെയിലറായി അതാ മംഗലാപുരത്ത് അത്യാസന്ന ഘട്ടത്തിലാണ്. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പയോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ കുട്ടിക്ക് ശമനം നൽകട്ടെ. അങ്ങനെ എത്രയോ ആളുകൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കട്ടെ. റബ്ബിന്റെ റഹ്മത്ത് വല്ലാതെ കിട്ടുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹ് നമ്മെ പെടുത്തട്ടെ. അസ്സിറാജുൽ വാലിഹ് എന്ന മഹാനായ സയ്യിദു താബിഈൻ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഗ്രന്ഥമുണ്ട്. അസ്സിറാജുൽ വാലിഹ് എന്ന ഗ്രന്ഥം, അതിൽ കാണാം ഇസ്ലാമു 20 റിജാലും മിനൽ ലഹൂദ്. അങ്ങനെ ഒരു തലക്കെട്ടിൽ കാണാം അസ്സിറാജുൽ വാലിഹ് എന്ന ഗ്രന്ഥത്തിൽ ഇസ്ലാം 20 റിജാലും മിനൽ യഹൂദ്, യഹൂദികളിൽപ്പെട്ട 20ഓളം റൗഡികൾ ഇസ്ലാമിലേക്ക് വന്ന കഥ ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. എന്താണ് ആ സംഭവം? ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ചുരുക്കിയിട്ട് ഓർമ്മപ്പെടുത്തുകയാ. റജുലുൻ മിനൽ മദീന, മദീന എന്ന പുണ്യ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വഫാത്ത് കഴിഞ്ഞു. 100 വർഷത്തോളം കഴിഞ്ഞതിന് ശേഷമാണ് സംഭവം നടക്കുന്നത്. മദീനയിൽ അതാ വിറക് വെട്ടിയിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ നല്ല തൊഴിൽ ചെയ്യും. ആ തൊഴിൽ എന്തായിരുന്നു? കാട്ടിൽ പോയി വിറക് വെട്ടിയിട്ട് ആ വിറക് കൊണ്ടുവന്ന് മാർക്കറ്റിൽ വിറ്റിട്ട് കിട്ടുന്ന കാശ് കൊണ്ട് കുടുംബം പോറ്റുന്നു. നമ്മുടെ തങ്ങളുപ്പാപ്പ എപ്പോഴും പറയാറുള്ളതുപോലെ, എൻ്റെ ചെറുപ്പക്കാരെ, നമ്മളൊക്കെ നന്നായി ജോലി ചെയ്ത് അധ്വാനിച്ച് ജീവിക്കുന്നവരാകണം. അപ്പൊ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും കേട്ടോ. മഹാന്മാരുടെയൊക്കെ ദുആന്റെ പിൻബലം കിട്ടുമ്പോ, നല്ല അധ്വാനശീലരായി ജീവിക്കുമ്പോ പടച്ച റബ്ബിന്റെ റഹ്മത്തിന്റെയും ബർക്കത്തിന്റെയും വാതിൽ അതാ നമുക്ക് തുറന്ന് മലർക്കേ തുറന്നു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ചെറുപ്പക്കാരൻ ഇങ്ങനെ വിറക് കെട്ടിയിട്ട് അത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വിറ്റിട്ട് ജീവിക്കുന്നു. ആ കാലഘട്ടത്തിൽ കുറച്ച് റൗഡികളായ ചെറുപ്പക്കാർ അതാ ഒരു ദിവസം ഈ ചെറുപ്പക്കാരനെ വളയുന്നു. വളഞ്ഞുകൊണ്ട് ചോദിച്ചു, എടാ നീ എന്താടോ ഞങ്ങളുടെ ക്ലബിലൊന്നും വരാത്തത്? നീ എന്താ ഞങ്ങളെ കൂടെ ഒന്നും കൂടാത്തത്? നീ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട ആളായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്താ നിനക്ക് കളിക്കണ്ടേ? നമ്മെപ്പോലെ തമാശയൊക്കെ ആയി പോകണ്ടേ എന്ന് ചോദിച്ച് ആ ചെറുപ്പക്കാരനെ ഇൻസൾട്ട് ചെയ്യുകയാണ്. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളെപ്പോലെ കളിക്കാനും ചിരിക്കാനും വേണ്ടിയുള്ള ആളല്ല.
എനിക്ക് നാളെ പാരത്രിക ലോകം ആഖിറം എന്നൊരു ലോകത്ത് പോകാനുണ്ട്. പടച്ച റബ്ബിൽ എനിക്ക് വിശ്വാസമുണ്ട്. ആമന്തു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വല്ലാണ്ട് വിശ്വസിക്കുന്നു. വബി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളിൽ എനിക്ക് വല്ലാത്ത വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതാ ആയിരക്കണക്കിന് സ്വലാത്ത് ഹബീബായ റസൂലുള്ളാഹിന്റെ പേരിൽ ചൊല്ലുകയാണ്. ഞാൻ എപ്പോഴും സ്വലാത്ത് ചൊല്ലുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളെപ്പുറം കൂടാൻ സമയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞു, എന്തായാലും നിന്നെ ഞങ്ങൾ വിടൂല. നീ ആ രണ്ടാമത് പറഞ്ഞതിനോട് ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ല. നിനക്ക് ഒരു റസൂലുണ്ട്, ആ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നിനക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണല്ലോ ഇപ്പൊ എല്ലാവരുടെ പ്രശ്നം. എല്ലാ ഭൗതികവാദിയും എല്ലാ ആലിമീങ്ങൾക്കെതിരെയും എല്ലാ സാദാത്തുക്കൾക്കെതിരെയും നല്ല നല്ല മജ്ലിസുകൾക്കൊക്കെ പാര വെക്കുന്നത് അവിടെ സ്വലാത്ത് കച്ചവടാണ്, അവിടെ മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹബീബായ തങ്ങളോട് അടുക്കുന്നതിലുള്ള അസൂയയാണ് ഈ കപട വിശ്വാസികൾക്ക് കാലം എത്രയായും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നാം അതിൽ വഞ്ചിതരായി പോകണ്ട. ആയിരക്കണക്കിന് 1300 വർഷം മുമ്പുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. സഹോദരന്മാരെ, ആ ചെറുപ്പക്കാരനോട് പറയുന്നു, എടാ നീ സ്വലാത്ത് ചൊല്ലിയിട്ട് നീ സമയം കളയണ്ട. ചെറുപ്പക്കാരൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പ്ലീസ് എന്നെ ഒഴിവാക്കണം, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊള്ളാം. വിടൂലടാ. തലയിലുള്ള വിറക് കെട്ട് വാങ്ങിയിട്ട് നിലത്തിട്ടു. ഇട്ടിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പറഞ്ഞു, വിളിക്കടാ നിന്റെ റസൂലിനെ, നീ വിളിക്കടാ, നിന്നെ സഹായിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ആ ചെറുപ്പക്കാരന്റെ കൈകൾ മുഴുവനും ബന്ധിക്കുകയാ, കാല് ബന്ധിക്കുകയാ. വിറക് വെട്ടുന്ന മൂർച്ചയുള്ള കത്തിയുണ്ടായിരുന്നു. ആ കത്തിയെടുത്തുകൊണ്ട് ആ ചെറുപ്പക്കാരന്റെ വാ പിടിച്ച് പൊളക്കുകയാ. പൊളന്നുകൊണ്ട് നാവ് പുറത്തേക്ക് വലിച്ചിട്ട് പറഞ്ഞു, ഈ നാവിലെന്ന് നീ സ്വലാത്ത് ചൊല്ലൂലടാ. ആ ചെറുപ്പക്കാരൻ വിങ്ങിപ്പൊട്ടി കരയുന്നു. ആ വൃത്തികെട്ട ചെറുപ്പക്കാര് ആ സ്വലാത്ത് ചൊല്ലുന്ന ഒരു ആശിഖിന്റെ നാവ് മൂർച്ചയുള്ള കത്തിയിലങ്ങ് അറുത്ത് മാറ്റുന്നു. വായിലൂടെ രക്തമിങ്ങോട്ട് പുറത്തേക്ക് വരുന്നു. ബോധം കെട്ട് കിടക്കുന്നു. കിതാബില് അയിമത്ത് രേഖപ്പെടുത്തി വെക്കുന്നു. സംശയമില്ല, ആ ചെറുപ്പക്കാരനങ്ങ് മയങ്ങി ബോധം കെട്ട് കിടക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പിന്നീട് ബോധം തെളിഞ്ഞതിന് ശേഷം പറയുന്നു, ഞാനിങ്ങനെ എൻ്റെ നാവ് മുറിക്കപ്പെട്ടപ്പോ ഹബീബായ തങ്ങളെ പേരിലെ സ്വലാത്ത് നിന്ന് പോയി. എൻ്റെ സ്വലാത്ത് കൊണ്ടുപോയി കൊടുക്കാറുള്ള മലക്ക് ഹബീബായ തങ്ങൾക്ക് വിവരം കൊടുക്കുന്നു. സ്വലാത്ത് കണക്ഷൻ വിട്ടുപോയി. ഇന്നാലിന്നവൻ അതാക്രമിക്കപ്പെട്ടു പോയി. ചെറുപ്പക്കാരൻ പറയുന്നു, ഒരൽപ്പം സമയം കഴിയുമ്പോഴേക്ക് കുറെ ആളുകളുടെ കൂടെ നല്ല വസ്ത്രം നനഞ്ഞുകൊണ്ട് എല്ലാവരും സ്വലാത്തിലാണ്. ഞാൻ ഈ പറയുന്ന വിഷയം ഹബീബായ തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് ബായാർ തങ്ങൾ ഉപ്പാപ്പയുടെ മജ്ലിസിലേക്ക് ഹബീബായ തങ്ങളെ തിരുനോട്ടമുണ്ടാവട്ടെ. ആ ചെറുപ്പക്കാരൻ പറയുന്നു, അക്ഹലുൽ ഐനൈൻ അസജുൽ ആജിബൈൻ സഹ്ലുൽ ഖദ്ദൈൻ ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുൽവുൽ മൻതിഖ ഇദാ ത്വലഅ തഖൂലു ഹാദൽ ബദ്റുൽ മുനീർ. ആര് കണ്ടാലും പറയും, ഇത് 14-ാം രാവിന്റെ പൂർണ്ണ പൗർണമിയേക്കാൾ പ്രശോഭിതമാണ്, ഇത് ബദ്റുൽ കമാല.
രണ്ട് കണ്ണിന് അതാ സുറുമയിട്ട നല്ല സുന്ദരമായ കാഴ്ചകളോടുകൂടെ നല്ല കവിൾത്തടമാണ്. അതാ കഅന്ന ശംസ യദൂറു ഫീ വജ്ഹി റസൂലില്ലാഹ്. ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹ് കണ്ട സൂര്യനാ മുഖത്ത് കറങ്ങുന്നത് പോലെയാ ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കവിൾത്തടം പ്രകാശപൂരിതമായി കടന്നു വരുന്നു. അതാ മജ്ലിസിലേക്ക് അങ്ങ് കയറി വരുമ്പോ അറിയാതെ അങ്ങ് ആളുകൾ എഴുന്നേറ്റ് പോകുന്നു. വല്ലാത്ത വക്കാറ, വല്ലാത്ത ഗാംഭീര്യമാ, വല്ലാത്ത അഴകാ. അതുകൊണ്ടാണ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യനാകുന്ന ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇബ്രാഹിം, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമുണ്ടായ, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം നിന്റെ ശരീരത്തിനുണ്ടായത് എപ്പോഴാണ്? അതാ ഇബ്രാഹിം ദസൂഖി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഭാര്യയുമായി ആദ്യ രാത്രിയിൽ ബന്ധപ്പെട്ടപ്പോഴാ. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്രാഹിമേ, എന്നാൽ അതൊന്നൊരു സുഖമല്ല മോനെ. ആ ബന്ധപ്പെടുമ്പോ ഒരു രസവും ഇല്ല. ഒരു വല്ലാത്ത ശരീരത്തിന് മധുരം കിട്ടുന്ന, വല്ലാത്ത ഒരു സുഖം കിട്ടുന്നൊരു നിമിഷമുണ്ട്. ഇതാ ത്വലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടില കെതുമൂല ഇസ്മായിൽ എന്നിവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിൻവശത്തേക്ക് വരണം. ഇസ്മായിൽ കെതുമൂല വിട്ല മജ്ലിസിലുണ്ട് എവിടെയെങ്കിലും? അദ്ദേഹം എത്രയും പെട്ടെന്ന് ബാക്കിലേക്ക് വരണമെന്ന് അറിയിക്കുന്നു. വാപ്പ ഒരൽപ്പം വിഷമത്തിലാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വാപ്പ ചെറിയൊരു വിഷമത്തിലാണ്. എല്ലാവരും ആ ചെറുപ്പക്കാരന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു റാഹത്തും സന്തോഷവും രണ്ട് ലോകത്തുമുള്ള സലാമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറയുന്നു, അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ഇബ്രാഹിം, ലോകത്തൊരു ഭാര്യയുമായി ബന്ധപ്പെടുമ്പോഴും ആ സുഖമില്ല. ഒരൊറ്റ ഒരു സുഖമേ അഹ്മദിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട വജ്ഹു ശരീഫ കാണാ ഭാഗ്യം കിട്ടിയോ. അതിനാണ് ബായാറ് തങ്ങൾ ഉപ്പാപ്പ ദ്വാരക്കുമ്പോ പൊട്ടിക്കരഞ്ഞ് ദ്വാരക്കാറില്ലേ? അല്ലോ അതാ നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹൽ നബിയു എന്ന് പറയുമ്പോ ആ ശറഫാക്കപ്പെട്ട വജ്ഹു ശരീഫ അതൊന്ന് മനസ്സിൽ രൂപപ്പെടണം. അത് രൂപപ്പെടണമെങ്കിലോ ജീവിതത്തിൽ ഒരുപാട് തവണ ആ കാഴ്ച കാണണം. അല്ലാഹുവേ, പാവങ്ങളാണ് ഞങ്ങൾ. ഒരിക്കലും തന്നെ നല്ല പാത്രത്തിലല്ലാതെ നല്ല വെള്ളം വെക്കാൻ പറ്റൂല. പാത്രം മോശമായി പോയാൽ ആരും അതാ കക്കൂസിന്റെ ടോയ്ലറ്റിൽ ചോറിട്ട് വയ്ക്കൂലല്ലോ, വെള്ളം കുടിക്കൂലല്ലോ. ഖൽബ് മോശമായി പോയാൽ, കിബർ വന്നു പോയാൽ, മറ്റൊരാളോട് വൈരാഗ്യവും അസൂയയും വന്നു പോയാൽ, നാം തരക്കേടിൽ നിന്ന് ചിന്തിച്ചു പോയാ ഇല്ല, ആ ഖൽബിൽ ത്വാഹിറും മുതഹിറുമായ ഹബീബായ തങ്ങള് വരൂല. അല്ലാഹുവേ, ഞങ്ങളെ ഖൽബ് നീ അതിന് പാകപ്പെടുത്തണേ. അല്ലാഹ്
ഈ മജ്ലിസ് അതിന് കാരണമാക്കണേ അല്ലാ. മഹാനായ അഹ്മദുൽ കബീറുർ റിഫായി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ തങ്ങളെ കാണുമ്പോഴുള്ള സുഖം അല്ലാ. അതുപോലെ ആ ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ മുമ്പിലേക്ക് ത്വലഅൽ ബദ്റു അലൈനാ, അതാ 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രനേക്കാൾ പ്രശോഭിതമായ ഹബീബായ തങ്ങൾ വരുന്നു. അൽഹംദുലില്ലാഹ്, നമ്മുടെ എല്ലാമായ സയ്യിദുനാ തങ്ങളുപ്പാപ്പയും അവിടുത്തെ പൊന്നോര അനുജൻ തങ്ങളുപ്പാപ്പമാര് സദസ്സിലേക്ക് വരുന്നു. ഖുലൂ തക്ബീർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയത്തിൽ വദാ وجب شكر علينا ما دعا لله دار. ആ ചെറുപ്പക്കാരന്റെ മുമ്പിൽ ഹബീബായ തങ്ങളെ രൂപം വരുന്നു. മോനെ എഴുന്നേറ്റോ എന്ന് പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നു. ആ നാവിന്റെ കഷ്ണം എടുത്തുകൊണ്ട് ഫിറ്റ് ചെയ്യുന്നു. വിറകിന്റെ കെട്ട് സ്വർണമാക്കി തരണോ എന്ന് ചോദിക്കുന്നു. വേണ്ട, അതെന്നെ സ്വലാത്തിൽ നിന്ന് ഒഴിവാക്കി കളയും. സ്വർണത്തിനേക്കാൾ പൊന്നിനേക്കാൾ മണ്ണിനേക്കാൾ എനിക്ക് വലുത് തങ്ങളാണ്. മഹാനായ സയ്യിദു താബിഈൻ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് ബോധം വന്ന് നോക്കുമ്പോ 20 റൗഡിമാരും എന്റെ കാൽക്കൽ വീണ് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. 20ഓളം യഹൂദികളായ റൗഡികൾ ഇസ്ലാമിലേക്ക് വരാൻ ഒരു സ്വലാത്ത് ചൊല്ലുന്ന ചെറുപ്പക്കാരന്റെ സ്വലാത്ത് കാരണമായെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കാം. ഈ സാദാത്തുക്കൾ സയ്യിദുനാ തങ്ങളുപ്പാപ്പ കാരണം എത്ര സ്വലാത്തുകളാണ് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകുന്നത്. അല്ലാഹു നമുക്ക് പൂർണ്ണ തൗഫീഖ് നൽകട്ടെ. ഈ നിലാവ് അല്ലാഹ് നമുക്ക് അസ്തമിക്കാതെ നിലനിർത്തി തരട്ടെ. ഈ സാദാത്തുക്കളെ കയ്യിലായി അല്ലാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു തരട്ടെ. അവരുടെ ആരോഗ്യത്തിനു വേണ്ടി, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് കിട്ടാൻ വേണ്ടി എല്ലാവരുടെ ദുആയിലും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാ, ഖബൂലിയത്ത് നൽകണേ അല്ലാ. ഇവരൊക്കെ പൊരുത്തം കിട്ടിയവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.